സ്തോത്രം സ്തോത്രം സ്തോത്രം. കണ്ണുകളെ ദിവസത്തിൽ അടയ്ക്കാം. ഇന്ന് പകൽക്കാലം വിദ്യാരാധനയ്ക്കായി ദൈവം നമ്മെ കൂട്ടിവെച്ചിരിക്കുമ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഇടയാക്കേണ്ടതിനായി അതിലുള്ള പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഇടയാക്കട്ടെ. അതിനുപരമ സ്തോത്രയാഗങ്ങൾ പകൽക്കാലം ദൈവത്തിൽ അർപ്പിച്ച് അല്പസമയം ദൈവത്തിന്റെ സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുക. നടത്തിയ വിധങ്ങളെ ഓർത്ത് ഇത്രത്തോളം നമ്മെ കൊണ്ടുവന്ന ദൈവത്തിന്റെ എല്ലാ കരുണയ്ക്കായി, കരുതലിനായി, നടത്തിപ്പിനായി ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഈ പകൽക്കാലത്തെ ആരാധന ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിലെ മക്കളായി ഞങ്ങൾ അടുത്തു വരുന്നു. അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ വിദേശത്ത് ദൈവത്തെ ആരാധനമാൻ ഞങ്ങളെ കൂട്ടിവരുത്തിയ കർത്താവിന്റെ എല്ലാ കരുണയ്ക്കായി സ്തോത്രം. ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണം. ഇന്ന് പകൽക്കാലം നടത്തപ്പെടുന്ന ശുശ്രൂഷകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാവണം. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പില് ക്രൂശിന്റെ മറവില് അഭിഷിക്തദാസന്മാരെ നിർത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകളുടെ മേൽ കർത്താവിന്റെ കരം വെളിപ്പെടണം. ശ്രീമേശ്വര ശുശ്രൂഷകൾ മധ്യമുണ്ടല്ലോ. കർത്താവിനെ ആശീർവദിച്ചാട്ടെ. പകൽക്കാലം ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവിക ശക്തിയിലായിരിക്കാൻ ദൈവത്തിൽ ഏകാഗ്രമാക്കി അന്യചിന്തകളെ എല്ലാം മാറ്റിവെച്ച് ദൈവത്തിന് പൂർണ്ണ മഹത്വം നൽകുവാൻ, ഹല്ലേലൂയ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ അങ്ങേ ആരാധിപ്പാൻ കർത്താവ് ഞങ്ങളെ ഇന്ന് പകൽക്കാലം ഇടയാക്കണം. അതിനായി ദൈവങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്ന പ്രാർത്ഥന കർത്താവ് കേട്ടിരിക്കാൻ സ്തോത്രം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൽ വന്ദനം. സ്തോത്രം. ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ഈ പ്രഭാതവേളയിൽ ആയിരിക്കാൻ കർത്താവ് ഇടയാക്കുന്ന എല്ലാ കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയുടെ ദിനങ്ങളിൽ നമ്മെ പരിപാലിച്ചു. ഈ മാസം നമ്മെ ഇവിടെ കടന്നു പോകുമ്പോൾ ഈ മാസക്കാലം മുഴുവൻ നമ്മെ പരിപാലിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ജൂലൈ മാസത്തിന്റെ അവസാന ഞായറാഴ്ച നാം ദൈവസന്നിധിയിലായ 7 മാസങ്ങൾ ഈ വർഷത്തിന്റെ നമ്മെ ഇവിടെ കടന്നു പോകുമ്പോൾ കർത്താവ് നടത്തിയ കുഞ്ഞുങ്ങൾക്കായി ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ നന്ദി പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ. ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികൾ കർത്താവ് പ്രവൃത്തികളെ ധ്യാനിച്ച് സ്തോത്രം ചെയ്ത് എന്നിട്ട് പാട്ടുകൾക്കാരും പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള സമയമാണല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നാം ആയിരിക്കുന്നത് കർത്താവിന്റെ ദയയാണ്, ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. പകൽക്കാലം നാം ദൈവസ്ഥലത്ത് കടന്നു വന്ന് കർത്താവിനെ ആരാധിക്കാൻ ഈ ആലയത്തിനകത്ത് ഇരിക്കുന്നത് തന്നെ കർത്താവിന്റെ ദയയുടെ സാക്ഷ്യമാണ്. ഹല്ലേലൂയ. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ, കർത്താവിന്റെ ദയക്കായി, കരുണയ്ക്കായി ഞങ്ങളെ സ്തുതിയെന്ന് പറയാം. ഹല്ലേലൂയ. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ അതിന് യോഗ്യൻ ക്രിസ്തുവാണ്. ചേർന്ന് പാടി കരങ്ങളെ പറ്റി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ
വാക്ക് പറഞ്ഞാൽ മാറാത്തൊരു കർത്താവ്. ഹല്ലേലൂയ. യേശു മാറാത്തവൻ, വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ, തന്റെ സാന്നിധ്യം കൊണ്ട് ഹല്ലേലൂയ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. തന്റെ കരുണ എത്ര വിശേഷമുള്ളതാണ്. നമ്മളെക്കാരും ഹല്ലേലൂയ പാടിയതുപോലെ മാത്രമുള്ള കിരീടങ്ങളെ പാടിയിട്ട് കുഞ്ഞാടിന്റെ യോഗ്യത എന്ന് പറഞ്ഞ ഹല്ലേലൂയ അവിടെ ദൈവത്തെ ആരാധിക്കുന്ന മനോഹരമായ അദൃശ്യ പ്രവാചകനെ കണ്ടുവല്ലോ. ഹല്ലേലൂയ. ഒരു കാലം ദൈവസന്നിധിയിൽ ഹല്ലേലൂയ കർത്താവിനെ ആരാധന കഴിയുമ്പോൾ മനോഹരമായ ആരാധനകൾ ദൈവത്തിൽ ലഭിക്കുമ്പോൾ തന്നെ സൃഷ്ടി മുഴുവൻ മഹത്വത വർദ്ധിക്കുമ്പോൾ തന്നെ മനുഷ്യരായ കൈവേലിയുടെ ഹല്ലേലൂയ മഹിമയായ മനുഷ്യന്റെ ആരാധനയ്ക്കായി സ്വർഗ്ഗം കുഴിഞ്ഞു നോക്കുമ്പോൾ ഇതുപോലെ കാലം ദൈവത്തെ സംബന്ധിച്ചുള്ള നാമെ ആരാധിച്ച് ആ നാമത്തെ പാടി ഉയർത്തുവാൻ സർവ്വ സൃഷ്ടികളോട് ചേർന്ന് ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കാൻ കർത്താവേ സഹായിക്കട്ടെ. സർവ്വ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തുന്ന സൃഷ്ടാവിനെ സ്തുതിക്കുക. ആ പാട്ട് ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ Oh
പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കും. പ്രിയ സഹോദരനോട് ചേർന്ന് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥന അവൻ കൃപയ്ക്ക് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ വന്ന് കടന്നു വന്ന് ഒരുമിച്ച് ആരാധിപ്പാൻ കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവെ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങൾ കുറവ് ഓർമ്മിക്കുന്ന പ്രാർത്ഥന വാക്കിലും പ്രവർത്തന ചിന്തയിലൊക്കെ വന്ന് ഞങ്ങൾ ക്ഷമിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഇന്നത്തെ ആരാധന നിന്റെ സന്നിധിയിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ ഞങ്ങളുടെ അനുഗ്രഹമായി കർത്താവെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളുടെ വ്യാപരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഈ ലോകത്തെ സാക്ഷികളായി തീരുവന്നപ്പോൾ ഞങ്ങൾ ഇടപെടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ ഞങ്ങളുടെ വിടുതലായി ഞങ്ങൾ വ്യാപരിക്കുകയാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ നിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ച പ്രാർത്ഥിക്കുന്ന കർത്താവെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന സാക്ഷികൾ കർത്താവെ എല്ലാം നിന്റെ സന്നിധിയിലേക്ക് കർത്താവെ ശക്തിയിൽ കർത്താവെ എന്റെ വചനങ്ങളെ ഘോഷിച്ചു വന്നപ്പോൾ അനുഗ്രഹമാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന സാവേ പ്രാർത്ഥനയായി സ്തോത്രം സ്തുതിക്കുന്നു. പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. Psalm 144 will read the Psalm responsibly and give glory to God. Hallelujah. എന്റെ പറയാതെ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ യുദ്ധത്തിന് എന്റെ കൈകളെയും പോരിന്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. യഹോവയെ മനുഷ്യനെ നീ ഗണ്യമാക്കുവാനെന്ത്, മർത്യപുത്രനെ നീ വിചാരിപ്പാനെന്ന് മാത്രം. യഹോവയെ ആകാശം ചായ്ച്ചിറങ്ങി വരണമേ, പർവ്വതങ്ങൾ ഭൂമിയുവാൻ തക്കവണ്ണമേ തുടരണമേ. ഉയരത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ വിടുവിക്കണമേ, പെരുവെള്ളത്തിൽ നിന്ന് മന്യജാതിക്കാരുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ദൈവമേ, ഞാൻ നിനക്ക് പുതിയൊരു പാട്ട് പാടും, 10 കവികളുടെ വീട് കൊണ്ട് ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും. അന്യാധികാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ച് രക്ഷിക്കണമേ. അവരുടെ വായ പോഷ് സംസാരിക്കുന്നു, അവരുടെ വലങ്കൈ വ്യാജമുള്ള വലങ്കയാകുന്നു. ഞങ്ങളുടെ പുത്രിമാർ അമ്മയുടെ മാതൃകയായി ഞങ്ങളുടെ കളപ്പുരകൾ വിവിധ ധാന്യം നൽകുവാൻ തക്കവണ്ണം നിറഞ്ഞിരിക്കട്ടെ. ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ പുൽപ്പുറകൾ 1000 വിറ്റുവരികട്ടെ. ഞങ്ങളുടെ കാളകൾ ഞങ്ങളുടെ വീതികൾ അടുത്തവായി നമുക്ക് ചേർന്ന് വായിക്കാം. ഭാഗ്യമുള്ളത് തന്നെ. Blessed are the people to whom such blessings are there. Hallelujah. Blessed are the people whom God is Lord. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയാണ്. Hallelujah. നമുക്ക് ദൈവത്തെ കരങ്ങളിൽ സ്തുതിക്കാം. അങ്ങയുടെ ദൈവമായി അങ്ങയുടെ മക്കളായി ഞങ്ങൾക്ക് തീരുവാൻ പ്രധാന കൃപയ്ക്കായി കൽവറുകളെ സ്നേഹിച്ച് ദൈവത്തിന്റെ സ്നേഹത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ഈ ഗവൺമെന്റ് കടന്നു വരും. Hallelujah. We will sing and worship the Lord for some more time. The kids also will come forward. Hallelujah. Let us together worship the Lord. Hallelujah. സത്യത്തിലും ആത്മാവിലും തലമുറകളോടും ചേർന്ന് ദൈവത്തെ ആരാധിക്കാൻ സമയത്തെ വേർതിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് Let us worship God, worship our Lord together. Hallelujah. Along with the worship team. Hallelujah. Praise the Lord. As we gather today morning for worship, let's take a moment to reflect on how great our God is. When we look at the creation all around us, when we see what God has given to us, our hearts are filled with a lot of awe and gratitude. And to top that off about everything else,
God sent His only Son, Jesus, to die for our sins on the cross and give us a wonderful gift of salvation. So as we sing this song today, let it be a declaration of our heart, how great and how mighty our God is. He deserves all the honor, glory, and praise. This is a very old song that everybody knows. So I request all the believers to join with us to sing this song. When I in awesome wonder consider all the worlds that hands have made, I see the stars, I hear the rolling thunder, that pour throughout the universe display. Then sings my soul, my Savior God to thee. How great thou art, how great thou art. Then sings my soul, my Savior God to thee. How great thou art, how great thou art. When Christ shall come with shouts of acclamation and take me home, what joy shall fill my heart. Then I shall bow in humble adoration and then proclaim, my God, how great thou art. Then sings my soul, my Savior God to thee. How great thou art, how great thou art. Then sings my soul, my Savior God to thee. How great thou art, how great thou art. And when I think that God His Son not sparing sent Him to die, I scarce can take it in. That on the cross my burdens gladly bearing, He bled and died to take away my sin. Then sings my soul, my Savior God to thee. How great thou art, how great thou art. Then sings my soul, my Savior God to thee. How great thou art, how great thou art. Then sings my soul, my Savior God to thee. How great thou art, how great thou art. Then sings my soul, my Savior God to thee. How great thou art, how great thou God we serve, and every time we look at His creation, we just have to say how great thou art. And what's even better is that He's the same great God who loves us unconditionally and completely. And He's right here. He's right here because He's our Savior. He's the author of salvation. He is mighty to save. So let's sing it out together, church. And
all the glory that he deserves. Everyone needs compassion, love that's never failing. Let mercy fall on me. Everyone needs forgiveness, the kindness of a Savior, the hope of faith.
Let us thank God. He conquered the grave. He is mighty to save. Hallelujah. Praise God. We are right in front of the remembrance of the situation that God has given us. Hallelujah. Let us thank God for enabling us to worship Him. Hallelujah. Praise Lord. Heavenly Father, we thank you. We praise you, Lord. Hallelujah. Thank you, Lord, for your faithfulness in our lives, Master. Thank you, Lord, for helping us to worship you. Hallelujah. Thank you, Lord, for your presence in our midst. The rest of the worship we give into the mighty hands of God. All the ministries we got to give into your hands of God. You minister among us. Hallelujah. Your Holy Spirit shall guide us. Hallelujah. We thank you, Lord, for our children. Bless them, God. Thank you, Lord, for hearing our prayers. In Jesus' mighty name we pray. Please be seated in the presence of God. Kids will say the memory words. But when God our Savior revealed His kindness and love, revealed His kindness and love, He saved us not because of the righteous things we've done, but not because of the righteous things we've done, but because of His mercy. He washed away all of our sins, and He washed away all of our sins, and gave us a new life and new birth, and give us a new life and new birth in spirit. He generously poured out His Holy Spirit upon Jesus Christ our Savior, but because His grace, He generously poured out His Holy Spirit upon Jesus Christ our Savior, but because His grace, because of His grace, He has made us right in His sight. Because of His grace, He has made us right in His sight, and given us confidence that we will inherit the kingdom of heaven. Titus 3 verses 4 to 7. Amen. Praise God. Be strong, be courageous, do not be afraid, do not be discouraged, for the Lord our God will be with you wherever you go. Joshua 1 verse 9. Amen. Psalm 119 verse 75 and 76. I know, Lord, that your judgments are right, and that faithfulness you have afflicted me. But I pray your merciful kindness be for my comfort according to your word to this morning. Amen. Praise God. Rejoice always pray without ceasing, in everything give thanks, for this is the will of God in Christ Jesus for you. 1 Thessalonians 5 verse 16 and 17. Amen. Hallelujah. As for you, you are dead in your transgressions and sins, in which you used to follow the ways of this world, and the ruler of the kingdom of the air, who are now at work in those who are disobedient. Ephesians 2 verse 1 to 2. Amen. Hallelujah. When Jesus said to His disciples, "Whoever wants to come after me, let him deny himself, take up his cross, and follow me. For whoever desires to save his life will lose it. Whoever loses his life for my name's sake will find it. For what is the profit to man if he gains the whole world and loses his own soul? Or what will he give in exchange for his own soul?" Matthew 16 verses 24 to 26. Amen. Amen. Praise God. Isaiah 1 verses 16 to 18. Wash and make yourselves clean. Take your evil deeds out of my sight. Stop doing wrong. Learn to do right. Seek justice. Defend the oppressed. Take up the case of the fatherless and plead the case of the widow. Come now, let us settle the matter, says the Lord. Though your sins are like scarlet, they shall be as white as snow. Though they are red as crimson, they shall be like wool. Amen. Praise God. Proverbs chapter 4 verses 20 to 21. My son, give attention to my word, incline your ear to my saying. Do not let them depart from your eyes, and keep them in the midst of your heart. Amen. Praise God. Know this, my beloved brothers, let every person be quick to hear, slow to speak, and slow to anger. For the anger of man does not produce the righteousness of God. Therefore, put away all filthiness and mental wickedness, and human weakness, the implant of words, so as to save your souls. James 1 verses 19 to 21. Praise the Lord. Hallelujah. Let us pray for these children, our children. Hallelujah. Parvati. It's my birthday tomorrow. Please pray for me. Amen. Praise the Lord. Hallelujah. Good job, Lord. God bless you. Hallelujah. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ കുഞ്ഞുങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കണം. അത് അവരുടെ അത്രകളിൽ വെളിപ്പെട്ട ദൈവവചനം. ഹല്ലേലൂയ. അനുഗ്രഹമായി വിടുതലായവരുടെ ജീവിതത്തിൽ പരിണമിക്കേണ്ടതിന് കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒരു ജോവനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. കുഞ്ഞിന് അടുത്ത നാളെ ഒരു പുതിയ വയസ്സിലേക്ക് പ്രവേശിക്കുന്നത് കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.
ഇന്ന് പോൽക്കാലം ആരോഗ്യ ബർത്ത്ഡേ ആണ്. സ്തോത്രം. ഹാപ്പി കുഞ്ഞിന് ഒരു പുതിയ വയസ്സിലേക്ക് പ്രവേശിക്കാൻ കർത്താവിടെയാണ്. കുഞ്ഞുങ്ങളെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം. കർത്താവിന്റെ അനുഗ്രഹങ്ങൾ കുഞ്ഞുങ്ങളുടെ മേൽ തലമുറയോടെ വെളിപ്പെടുവാൻ കഴിഞ്ഞ വർഷക്കാലം വരെ കാത്തു പരിപാലിച്ച ദൈവം വിവിധ ദിവസങ്ങൾ സ്കൂളിലേക്കൊക്കെ പോകാൻ പുതിയ അധ്യയന വർഷങ്ങളിലേക്ക് പ്രവേശിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ തലമുറകളുടെ മേൽ ചൊരിയപ്പെടുവാൻ സത്യത്തിലും ആത്മാവിലെ ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന്റെ മഹിമയ്ക്കായി സുവിശേഷത്തിന്റെ വ്യാപ്തിക്കായി ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി നിലകൊള്ളുവാൻ നമ്മുടെ തലമുറകളെ കർത്താവ് സഹായിക്കേണ്ടതിനായി എല്ലാവരും നിമിഷം കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ. ഈ കുഞ്ഞുങ്ങളുടെ മേൽ കരങ്ങളെ നീട്ടി ഹല്ലേലൂയ. ഒരു അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാട്ടെ ഹല്ലേലൂയ. ദൈവിക അനുഗ്രഹങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ പൂർണ്ണ നിലനിൽക്കേണ്ടതായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും സ്തോത്രത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രിയമാതാവിനോട് ചേർന്ന് ഹല്ലേലൂയ സ്തോത്രത്തോടെ ഹല്ലേലൂയ നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രത്യേക ആഘോഷിക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമാതാവ് പ്രാർത്ഥിക്കും. Praise the Lord, praise the Lord, praise the Lord. Stand up for the school open ഒരു വയസ്സോട് കുഞ്ഞിനെ പ്രധാനമായി എന്റെ ഭാവി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് കുഞ്ഞിന് നാളെ ഹല്ലേലൂയ ഒരു വയസ്സ് കർത്താവേ ഹല്ലേലൂയ പ്രധാനമായിട്ട് കൊടുക്കാൻ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്ന ബാലകൃഷ്ണ കുഞ്ഞിനെ പിടിക്കണം പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കാതിരിക്കാനോട് സ്തോത്രം എല്ലാം അപേക്ഷിക്കുന്ന നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ നിൽക്കുവാനാണ്. അനുഗ്രഹിക്കട്ടെ ഹല്ലേലൂയ. വായിച്ച സംഗീത ഭാഗത്തേക്ക് നമുക്ക് മടങ്ങി വരാം. ഹല്ലേലൂയ. സ്തോത്രങ്ങളുടെ പ്രിയപ്പെട്ട ദിവസമുള്ള യാത്രയായിരുന്നു. സ്തോത്രങ്ങളുടെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തെ ആരാധിക്കാൻ കർത്താവിന്റെ സ്തുതിയോടെ കൊണ്ടുവരുന്ന ദൈവത്തെ സ്തുതിക്കാം. വായിച്ച സംഗീത ഭാഗത്തേക്ക് നാം മടങ്ങി വരുമ്പോൾ 144 സങ്കീർത്തനം ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണെന്ന് തലക്കെട്ടിൽ നാം കണ്ടു. You see that it is a psalm of David from the heading itself. Praise the Lord. Hallelujah. When we look through the structure of this psalm, we can see that Psalm 144, David is offering a prayer for himself and for the nation, for the people of God. തനിക്കായി സ്തോത്രം രാജ്യത്തിന് വേണ്ടി ഇസ്രായേൽ രാജ്യത്തിനായി അതിന്റെ ജനത്തിനായി ദൈവജനത്തിനായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. Hallelujah. Prayer for David himself and also for the nation. Praise the Lord. So it resembles the high priestly prayer of Jesus Christ. You know that the Garden of Gethsemane, Lord Jesus Christ prayed for himself, and also as he is going to the cross, and also he prayed for his people, the people whom God has given into his hand. Praise the Lord. ദൈവമേ പിതാവേ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു പറഞ്ഞ് ഉത്തമായ ക്രിസ്തു അതിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന വളരെ വേദനയോടെ ഹല്ലേലൂയ പ്രാണവേദനയോടെയുള്ള ഒരു പ്രാർത്ഥന. At the same time he is praying for his disciples, the people whom God has given to him. അതിന്റെ കയ്യിൽ നൽകിയിരിക്കുന്ന ശിഷ്യന്മാർക്ക് വേണ്ടി ജനത്തിനു വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നതായി കാൽവരി ക്രൂശിലേക്ക് നടന്നെടുക്കുന്ന മുമ്പ് താൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ ഒരു പ്രാർത്ഥന സ്തോത്രം പലപ്പോഴും ദൈവദാസന്മാർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഹല്ലേലൂയ. The leaders of the church, hallelujah, the leaders of the people, they always pray that prayer. Moses has prayed prayer similar to that. Praise God. Joshua has prayed a prayer similar to that. All those people who stand right in front of God, leading the people of God in the right way, they need to uphold themselves and also they need to uphold the people in prayer. Praise the Lord. ദൈവജനത്തെ നയിക്കുന്ന ദൈവദാസന്മാർ സ്തോത്രം അഭിഷിക്തന്മാർ അവർക്കുള്ള പ്രത്യേക ചുമതലയാണ്. അവർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. സ്തോത്രം തങ്ങൾ നയിക്കുന്ന ദൈവജനത്തെ ദൈവകരങ്ങളിൽ വഹിച്ച് സ്തോത്രം
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന, the prayer of intercession. ഹല്ലേലൂയ. ആ പ്രാർത്ഥന വലിയ ഭാരമുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും വേദനയോടെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളുണ്ട്. പലരെയും കൊണ്ട് ദൈവത്തിൽ ശമൂവേൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്കറിയാം. ശൗലിനെ ഓർത്ത് ശമൂവേൽ പ്രാർത്ഥിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചെന്നാ പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അല്ലേ? രാത്രി മുഴുവൻ കവിട് വീണ് കിടന്ന് he fell face down and he was crying. He was so worried, he was so troubled, he couldn't sleep. Praise the Lord. Hallelujah. That was a very hard prayer. Jesus Christ used to pray all night in the mountains, conversing with his Father God. Hallelujah. പ്രിയമുള്ളവരെ, പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചടങ്ങല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായുള്ള ബന്ധത്തിൽ ആഴത്തിൽ, ഹല്ലേലൂയ, a deep relationship with God, and we are articulating that relationship through our words. Praise God. ദൈവവുമായുള്ള ബന്ധത്തെ വാക്കുകളിലൂടെ, ഹല്ലേലൂയ, സംസാരത്തിലൂടെ, ഹല്ലേലൂയ, സംഭാഷണത്തിലൂടെ പ്രകടമാക്കുന്ന വലിയൊരു പ്രക്രിയയാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. So prayer is a relationship, primarily. Hallelujah. Prayer is not just an act of worship, or the prayer is not just like singing, or prayer is not like preaching. Prayer has a uniqueness. Hallelujah. പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം അവിടെയാണ് ദൈവവുമായുള്ള ബന്ധത്തിന്റെ ഉത്തുംഗത വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. Praise the pinnacle of our relationship with our Father God. Hallelujah. Through Jesus Christ, our Son, our Savior, is greatly revealed in our prayer. Praise God. That is why prayer makes it unique for a Christian. Hallelujah. Just like we cannot live without oxygen. ഇവിടെ കോൺഫറൻസിന് വന്ന സമയത്ത് പലരും പറഞ്ഞു, പാസ്റ്റർ ഭയങ്കര തലവേദനയാണ്. ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് പ്രസംഗിക്കുന്ന പാസ്റ്റർമാരൊക്കെ പാസ്റ്റർ ഭയങ്കര തലവേദന. ഞാൻ ചിന്തിൽ പോരാട്ടമായത്. അന്നേരം ഞാൻ ഓർത്തത്, കോളറാഡോയിൽ ഓക്സിജന്റെ ലെവൽ വളരെ കുറവാണ്. ഒരു 40% ഓക്സിജൻ മറ്റു പല സ്ഥലങ്ങളെക്കാളും കുറവാണ്. പ്രത്യേകിച്ച് ഇന്ത്യ എന്ന് പറയുന്നത് നമുക്ക് വലിയ പാടാണ്. ഇന്ത്യ മഹാരാജ്യത്തെ കേരളത്തിൽ ഓക്സിജൻ വളരെ കൂടുതലുള്ള സ്ഥലമാണ് കേരളം. സ്തോത്രം. വൃക്ഷലതാദികളുള്ളതും അതുപോലെ പച്ചപ്പുള്ളതുമായ സ്ഥലമായതുകൊണ്ട് കേരളത്തിൽ നിന്ന് വന്നവർക്ക് പ്രത്യേകിച്ച് തോന്നും. കാരണം 40% ഓക്സിജൻ അവിടത്തെക്കാട്ടിലൊക്കെ കുറവാണ് ഈ കോളറാഡോ, ഈ മലയിൽ. കാരണം ഇത് ഉയർന്ന സ്ഥലമാണ്. അപ്പൊ അങ്ങനെയുള്ളവരുടെ ലങ്സിൽ ഓക്സിജന്റെ ലെവൽ കുറയും. ഓക്സിജൻ ലെവൽ കുറയുമ്പോൾ ആദ്യം നമ്മുടെ ശരീരം പ്രതികരിക്കുന്നത് തലച്ചോറിനാണ്. തലച്ചോറിനാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ വേണ്ടത്. ഓക്സിജൻ ഇല്ലാതായി ആദ്യം പോകുന്നത് തലച്ചോറാണ്. അപ്പോൾ അവർക്ക് തലവേദന പറയും. അപ്പൊ ഞാൻ പറഞ്ഞു, വെള്ളം ധാരാളം കുടിക്കുക, പിന്നെ തുറസായ സ്ഥലത്ത് അല്പം ഇറങ്ങി നടക്കുക. കാരണം AC മുറിക്കകത്ത് ആ വലിയ ബിൽഡിങ്ങിനകത്തിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓക്സിജൻ ലെവല് നമുക്ക് അല്പം പറയും. പിന്നെ അവിടെയുള്ള ലഭ്യത അനുസരിച്ച് എല്ലാവരും ശ്വസിക്കില്ലേ, ഇത്രയും പേര് ഒരുമിച്ച്. അപ്പോൾ സ്വാഭാവികം. അപ്പൊ എനിക്കത് മനസ്സിലായി. ഞാൻ അവർ പലരെയും കണ്ടപ്പോൾ പറഞ്ഞത് കൂടുതൽ വെള്ളം കുടിക്കണം എന്ന് പറയുന്നത് പോലെ ഓക്സിജന്റെ ലെവൽ കുറയുമ്പോൾ നമ്മുടെ ശരീരം പ്രതികരിക്കും എന്ന് പറയുന്നത് പോലെ പ്രാർത്ഥന കുറഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതം പ്രതികരിക്കും. ഹല്ലേലൂയ. എവിടെയോ എന്തോ ഒരു അസ്വസ്ഥത. ഹല്ലേലൂയ. ചിലർക്ക് ഒന്നും ഫീൽ ആകത്തില്ല, പ്രാർത്ഥിക്കാത്തവർക്ക് പിന്നെ അത് ഫീൽ ആകത്തില്ല. പക്ഷേ പ്രാർത്ഥനാ ജീവിതം ശക്തമായി നയിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ പ്രാർത്ഥനയിൽ, ഹല്ലേലൂയ, മണിക്കൂറിൽ പ്രാർത്ഥിച്ച കാര്യമില്ല, പ്രാർത്ഥനയിൽ ദൈവവുമായുള്ള ബന്ധം വെളിപ്പെടണം. ഹല്ലേലൂയ. ക്ലാസ് മുറിയിൽ പോയിരുന്ന കാര്യമില്ല, ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ, അല്ലേ, സ്വന്തം ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് we have to have a relationship with the classroom or the lecture that is happening. അല്ലേ, ഫിസിക്കലി അവിടെ പോയിരുന്ന കാര്യമില്ല. ചിലർ പ്രാർത്ഥിക്കും ഒരുപാട് നേരം, അല്ലേ, പ്രാർത്ഥിക്കുന്ന ഇടയ്ക്ക് ചോദിക്കും സുഖസായുള്ള പിതാവെന്നുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോൾ അതിനിടയ്ക്ക് പറയുന്ന കുഞ്ഞുങ്ങളെ കോഴിക്കോട് അടച്ചോളൂ, കഥ അടച്ചോടി, സ്തോത്രം, അല്ലേ, മീൻകറിയുടെ ഫ്രിഡ്ജ് വെച്ചോ, ഇതൊക്കെ ഇടയ്ക്ക് ചോദിക്കും. അതിന്റെ കൂട്ടത്തിൽ പ്രാർത്ഥന നടക്കും. സ്തോത്രം. അങ്ങനത്തെ പ്രാർത്ഥന അല്ല ഞാൻ പറയുന്നത്. ദൈവസ്ഥലിൽ ആത്മാർത്ഥവുമായ ദൈവവുമായി ബന്ധമുണ്ട്. അങ്ങേ തലയ്ക്കൽ ഒരാൾ കേൾക്കുന്നുണ്ട്. ഫോൺ വിളിക്കുമ്പോൾ, ഹല്ലേലൂയ, അങ്ങേ തലയ്ക്കൽ റെസ്പോണ്ട് ചെയ്തില്ല, ഹലോ ഹലോ കേൾക്കാമോ കേൾക്കാമോ എന്ന് കാര്യം കടിക്കുന്നുണ്ട്. പക്ഷെ പ്രാർത്ഥനയിൽ നമുക്ക് പലപ്പോഴും ആ ഒരു ബോധ്യമില്ല, ഒരു സീരിയസ്, we don't have that seriousness in prayer. Hallelujah. Here David is praying. Hallelujah. ദാവീദ് പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, ഇവിടെ ദാവീദിന്റെ ഒരു പ്രാർത്ഥന. ഹല്ലേലൂയ. ദാവീദ് വളരെ മനോഭാരത്തോടെ, വലിയ ബർഡൻ ഉണ്ട്. ഹല്ലേലൂയ. കാരണം തനിക്കറിയാം ഒരു അഭിഷിക്തന. ഹല്ലേലൂയ. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ, ഹല്ലേലൂയ, സ്തോത്രം, അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ജനത്തെ പ്രാർത്ഥനയിൽ വഹിക്കുക. പ്രിയമുള്ളവരെ, ഇത് വലിയ ശുശ്രൂഷയാണ്. പ്രാർത്ഥനയുടെ ശുശ്രൂഷ വലിയ മഹനീയമായ ശുശ്രൂഷയാണ്. അല്ലെ, പലരും അംഗീകരിക്കപ്പെടാത്ത ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വലിയ കോൺഫറൻസിന്റെ ഒക്കെ പ്രയർ കോർഡിനേറ്റർ ആയ സ്റ്റേജിൽ വിളിച്ച് അംഗീകരിക്കും. പക്ഷേ കാണാമറയത്ത് അറക്കകത്ത് കയറി വാതിലടച്ച്
കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന, ഹല്ലേലൂയ, പലപ്പോഴും അത് പലയിടത്തും അംഗീകരിക്കപ്പെടൂ എന്ന് വരത്തില്ല. പക്ഷെ അവരുടെ പ്രാർത്ഥനയുടെ ശക്തി ഉണ്ടല്ലോ, പല വിടുതലുകളുടെയും അടിസ്ഥാനമാ. ഹല്ലേലൂയ, അതിനെ കുറച്ചു കാണാൻ ആർക്കും കഴിയത്തില്ല. ഇന്ന് ഹല്ലേലൂയ നിലനിൽക്കുന്ന അനേക ദൈവസഭകൾ, ഹല്ലേലൂയ, ഇന്ന് നിലനിൽക്കുന്ന അനേക കുടുംബങ്ങൾ, ഇന്ന് കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന അനേക ദൈവദാസന്മാർ, സ്റ്റേജുകളിൽ ശോഭിക്കുന്ന ഹല്ലേലൂയ കർത്താവിന്റെ അഭിഷിക്തർ, അനേകരെ കർത്താവിലേക്ക് നേടുന്ന മിഷണറിമാർ, ഹല്ലേലൂയ, ഉയർന്നു നിൽക്കുന്ന ദൈവസഭകൾ, അതിന്റെയൊക്കെ പിന്നിൽ ഹല്ലേലൂയ പ്രാർത്ഥനാ മുറികളിൽ തകർക്കപ്പെട്ട ചില ജീവിതങ്ങളുണ്ട്, മുറിക്കപ്പെട്ട ഹൃദയങ്ങളുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മഹനീയമായ ഒരു ശുശ്രൂഷയാണ് പ്രാർത്ഥനയെന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് തന്നെ നമ്മെ കാണിച്ചത്. ഹല്ലേലൂയ, കഷ്ടാനുഭവത്തിന്റെ 3 ദിവസങ്ങൾ ഹല്ലേലൂയ ഉത്തുംഗതയിൽ നാം വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ പ്രാർത്ഥനയാണ് തന്നെ ക്രൂശിൽ വഹിക്കുവാൻ പ്രാപ്തനാക്കി തീർത്തത്. പൂർണ്ണമായും മനുഷ്യനായവൻ, പൂർണ്ണമായും ദൈവമായവൻ, ഹല്ലേലൂയ, പൂർണ്ണമായും ദൈവമായവന് മറ്റാരുടെ സഹായം ആവശ്യമില്ല. എന്നാൽ തന്റെ മറുവശമുണ്ട് പൂർണ്ണമായും മനുഷ്യനായവൻ. ആ ഭാരം ക്ലിയറായിപ്പോൾ നമുക്ക് ക്രൂശിൽ കിടക്കുമ്പോൾ മറ്റുള്ളവനോട്, തന്റെ കയ്യിൽ ആണിയടിക്കുന്നവനോട്, തന്നെ തുപ്പുന്നവനോട്, ഹല്ലേലൂയ, തന്നെ അസഭ്യം പറയുന്നവരോട്, തന്നെ മരണത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ട ആളുകളോട്, ഹൃദയത്തിൽ കടുകുമണിയോട് ഭാരമില്ലാതെ ക്രൂശ് വഹിപ്പോൾ കർത്താവിനെ പ്രാപ്തനാക്കിയത് ദൈവവുമായുള്ള നിരന്തര ബന്ധമാണ്. ഒരു രാത്രി മുടക്കാതെ ഹല്ലേലൂയ തന്റെ വിശപ്പ് സഹിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലും തന്റെ ശിഷ്യന്മാർ മാറിപ്പോയപ്പോഴും ഹല്ലേലൂയ പരീക്ഷന്മാരും ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും തന്നെ ഹല്ലേലൂയ കുറ്റം വിധിക്കാൻ ശ്രമിച്ചപ്പോഴും അവിടെയെല്ലാം പ്രാർത്ഥന മുടക്കാത്തൊരു കർത്താവ്. ഹല്ലേലൂയ, പലവിധമായ സമ്മിശ്രാനുഭവങ്ങളിലൂടെയാണ് നമ്മുടെ കർത്താവിന്റെ 3 വർഷക്കാലത്തെ ശുശ്രൂഷ ജീവിതം കടന്നുപോയത്. എന്നാൽ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ പ്രാർത്ഥന എന്നത് വലിയൊരു ദൗത്യമാണ്. നമുക്കറിയില്ല, കാര്യം തീർക്കുന്ന നാളിൽ, പ്രതിഫലം വേദിക്കുന്ന നാളിൽ ഹല്ലേലൂയ ആരുടെ പേരാണ് അവിടെ ഉയർന്നു നിൽക്കുന്നതെന്ന് നമുക്ക് ആരുടെ സ്വർഗ്ഗം ഏറ്റവും കൂടുതൽ സർപ്രൈസസ് ലഭിക്കുന്നത് ഇടങ്ങളാണ്. ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഹല്ലേലൂയ മുഴുവൻ ഹല്ലേലൂയ ഒരു വാക്കും എടുത്ത് പറയാൻ സമയമില്ലാത്ത വേഗത്തിൽ പറഞ്ഞു പോകാം. ആ ഹല്ലേലൂയ സങ്കീർത്തനം ഇങ്ങനെ we divide that psalm hallelujah into different, but the first 2 verses it says the king gives the Lord credit for his strength. Hallelujah. David is very powerful. David is an anointed man of God. 1-2 വാക്യങ്ങളിൽ ദൈവത്തിന്റെ സകല മാനം മഹത്വം നൽകുന്നു. എന്റെ പറയാതെ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. യൂസയുടെ കൈകളെയും എന്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. എന്റെ ദൈവം, എന്റെ ഗോപുരം, എന്റെ രക്ഷകൻ, എന്റെ പരിചയം ഞാൻ ശരണമാക്കുന്നു. എന്റെ ജനത്തെ എനിക്ക് കീഴാക്കുന്നത് അവൻ തന്നെ. ഹല്ലേലൂയ, ഒരു അഭിഷേകത്തിന്റെ ശക്തിയാണ്. എന്റെ മുഷ്ടിയുള്ളിയല്ല അവൻ ജനത്തെ തന്നെ കീഴാക്കിയത്. ദാവീദ് ആദ്യത്തെ ഹല്ലേലൂയ ചില വർഷങ്ങൾ ഒറ്റയ്ക്ക് 2 ഗോത്രങ്ങളുമായി ഭരിക്കേണ്ടി വന്നു. അതിനുശേഷം മുഴുവൻ ഇസ്രായേലും കടന്നു വന്ന് ദാവീദിനെ രാജാവാക്കി. ദാവീദ് കാത്തിരുന്നു. മുഷ്ടിയുടെ ഹല്ലേലൂയ ബലം കാണിച്ചില്ല. എനിക്ക് ഒരുപക്ഷെ ബലമായി ചെയ്യാമായിരുന്നു. ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി ഒരിക്കൽ വെളിപ്പെടുമെന്ന് ദാവീദിന് അറിയാമായിരുന്നു. ആത്മീയ നേതൃത്വങ്ങൾ എപ്പോഴും അങ്ങനെയാ. ഹല്ലേലൂയ, അവർ കാത്തിരിക്കും. They won't be aggressive. ഹല്ലേലൂയ, മാനസികമായ അല്ല ആത്മീയ നേതൃത്വം. ഹല്ലേലൂയ, ജനത്തിന്റെ പ്രവൃത്തി അല്ല ആത്മീയ നേതൃത്വം. മാനസികമായ ഒന്നും പ്രവർത്തിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്റെ ജനത്തെ എനിക്ക് കീഴാക്കി തരുന്ന, എനിക്ക് അധികാരത്തിന് കീഴാക്കി തരുന്ന എന്റെ ദൈവം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവം തന്നെങ്കിലേ ഉള്ളൂ പ്രിയമുള്ളവരെ. നമ്മളെ പിടിച്ചു വാങ്ങിക്കുന്ന ഒന്നും ശോഭപ്പെടത്തില്ല. സ്തോത്രം. നമ്മൾ വാശി കാണിച്ചും വൈരാഗ്യം കാണിച്ചും ഹല്ലേലൂയ നേരിടുക, ആളുകളെ പേടിപ്പിച്ചൊക്കെ ചെയ്യുന്നൊന്നും നിലനിൽക്കത്തില്ല. സ്വമേധയ ഹല്ലേലൂയ സ്വതവേ വരുന്ന ചിലതുണ്ട്. അതിന് പിന്നിൽ ദൈവത്തിന്റെ കരമാണ്. ഹല്ലേലൂയ, പത്രോസ് കാരാഗ്രഹത്തിൽ വിടുവിക്കപ്പെട്ടവർ എഴുതിയിട്ടൊരു വാക്കുണ്ട്. ഹല്ലേലൂയ, ഇറ്റ് ഓപ്പൺഡ് ബൈ ഇറ്റ്സെൽഫ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇറ്റ് ഓപ്പൺഡ്, the door got opened by itself. സ്വതവേ വാതിലുകൾ തുറന്നു. എങ്ങനെയാ സ്വതവേ വാതിൽ തുറക്കുന്നത്? ചാത്തൻ സേവ സ്വതവേ വാതിൽ തുറക്കുന്നത്. ചിലരങ്ങനെ പറയും. സ്വതവേ തുറന്നതല്ല, സ്വതവേ തുറന്ന് നമുക്ക് തോന്നുന്നതാണ്. കർത്താവിന്റെ കരം അതിന്റെ പിന്നിലുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലരും അനുഗ്രഹിച്ച അനുഗ്രഹങ്ങൾ നമ്മൾ വിചാരിക്കും സ്വതവേ വന്നതല്ല. കണ്ണുനീരന്റെ പിന്നിൽ കിടപ്പുണ്ട്. മാതാപിതാക്കളുടെ ദൈവനീതിയുണ്ട്. ഞാൻ ചെയ്തിട്ടില്ലോ, ഇത്രയും കുഴപ്പങ്ങളോ കാണിച്ചിട്ടും ഇത്രയും ഹല്ലേലൂയ ക്രമം കെട്ടി ജീവിച്ചിട്ടും കാര്യങ്ങൾ കുഴപ്പമില്ലാതെ പോകുന്നല്ലോ. ഒരു ദൈവനീതി അണ്ടർലൈനിങ് ആയി കിടപ്പുണ്ട്. വേദവശത്തിൽ നമ്മൾ വാക്കുകളൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ടില്ലേ? ഹല്ലേലൂയ. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പ്രാർത്ഥന അവർക്ക് മൺമറഞ്ഞു പോയി കാണും കേട്ടോ. ഹല്ലേലൂയ, പിതാക്കന്മാർ മാതാക്കന്മാർ പ്രാർത്ഥിച്ചവർ മൺമറഞ്ഞു പോയി കാണും. അവരുടെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെച്ച് അതിനെ അണ്ടർലൈൻ ഇട്ട് അത് ഹൈലൈറ്റ് ചെയ്ത് ദൈവം തമ്പുരാൻ വെച്ചിട്ടുണ്ട്. മറന്നു പോകാതെ നിലനിർത്തുന്ന പുസ്തകത്തിൽ എഴുതി വെച്ചതുപോലെ, ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതി
ഹല്ലേലൂയ. എത്ര പറയാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 3-4 വാക്യം വായിക്കുമ്പോൾ ദാവീദ് തന്റെ ഹല്ലേലൂയ താഴ്മ, തന്റെ വിനയത്തെ കാണാൻ മനുഷ്യനെ നീ ഗണ്യമാക്കുവാൻ അവനെന്ത് തന്നെ കൂടെ ചേർത്താ പറയുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കരുണ ഒരു ശ്വാസമത്രേ അത് മാത്രമാണെന്ന് മനുഷ്യനെ. ഹല്ലേലൂയ. We are just a breath, but our God is so considerate towards us. Hallelujah. Our God takes care of us so dearly. Hallelujah. Like the apple of his eye, he takes care of us. Hallelujah. 5 മുതൽ 8 വരെയുള്ള വാക്യം, verses 5 to 8. When we read, we can see that. Hallelujah. Praise the Lord. He comes to the first part of his petition for himself and for the people. Hallelujah. തനിക്ക് വേണ്ടിയും ജനത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. Praise the Lord. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയുമായും ഈ സങ്കീർത്തനം ഹല്ലേലൂയ താരതമ്യപ്പെടുന്നത്. സ്തോത്രം. സാമ്യമുള്ളത്. ഹല്ലേലൂയ. The high priestly prayer of Jesus Christ. We can see the resemblance of that in this psalm, especially verses 5 to 8 and also from 9 to 11. Hallelujah. Praise the Lord. ഇവിടെ പറയുക, ഉയരത്തുനിന്ന് കൈ നീട്ടി എന്നെ വിടുവിക്കണം, പെരുവെള്ളത്തിൽ നിന്ന്. ഹല്ലേലൂയ. ഇതൊക്കെ ശക്തമായ പ്രതികൂലങ്ങൾ തന്റെ ജീവിതത്തിൽ കടന്നു വന്നത്, മാനുഷികമായത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടശക്തികൾ തനിക്കെതിരെ വന്നത്, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത് ഉയരത്തിൽ നിന്ന് തൃക്കൈ നീട്ടി എന്നെ വിടുവിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഉയരത്തിലെ ശക്തിയെ നമ്മുടെ ബലം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം 9 മുതൽ 11 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ he is virtually repeats the same prayer, but this time he is admonishing the people, he is exhorting the people to worship God. Hallelujah. പ്രാർത്ഥനയിൽ തന്നെ ആരാധനയ്ക്കുള്ള ആഹ്വാനം നൽകുക. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ ആ 9 വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ആരാധന ആരംഭിക്കുന്നത് ഹല്ലേലൂയ ദൈവസന്നിധിയിലെ താഴ്മയിലും വിനയത്തിലുമാണ്. ഹല്ലേലൂയ. ആരാധന ആരംഭിക്കുന്ന വർഷക്രിയകളുണ്ടോ നോക്കിയല്ല. ആരാധന ആരംഭിക്കുന്നത് ഇൻസ്ട്രുമെന്റ്സിന്റെ മ്യൂസിക്കിന്റെ താളത്തിലല്ല. ആരാധന ആരംഭിക്കുന്നത് നമ്മുടെ ആത്മാവിന്റെ അന്തർഭാഗത്ത്. Hallelujah. It starts deep down from our heart. We shall start with God. Hallelujah. Praise the Lord. Starting the worship. Hallelujah. Worship. The starting point of worship is God Himself. Hallelujah. ദൈവസന്നിധി. ആരാധനയുടെ തുടക്കം അവിടെയാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ്. നമ്മൾ ഒരു പുസ്തകത്തിൽ എഴുതുവാൻ തുടങ്ങുമ്പോൾ ഹല്ലേലൂയ പേന എടുത്ത് നമ്മളൊക്കെ എഴുതണം. ഇടത്തുനിന്ന് വലത്തോട്ട് എഴുതല്ലേ. സ്തോത്രം. ഇബ്രാഹിം ഭാഷയെ അറബ് ഭാഷയൊക്കെ വലത്തുനിന്ന് ഇടത്തോട്ട് നമ്മൾ എഴുതി തുടങ്ങും. ഹല്ലേലൂയ. ചിലർക്ക് എന്തെങ്കിലും എഴുതുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം എഴുതും. എന്റെ അപ്പച്ചനൊക്കെ എഴുതുന്നതാണ്. എന്തെങ്കിലും കണക്ക് എഴുതുമ്പോഴും ദൈവത്തിന്റെ സ്തോത്രം നമ്മൾ എഴുതും. സ്തോത്രം. ഹല്ലേലൂയ. എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും എഴുതുമ്പോൾ അങ്ങനെ എഴുതുന്നത്. The worship starts with God. ദൈവത്തിൽ തുടങ്ങി നമ്മൾ നിരാശപ്പെടുന്നത്. ഹല്ലേലൂയ. ഇവിടെ വന്ന് ചിലരുടെ കുഞ്ഞു നോക്കി, എന്റെ അപ്പച്ചന്റെ ഭാഷ പറഞ്ഞാൽ കുഞ്ഞു നോക്കി ആരാധിക്കാൻ തുടങ്ങിയാൽ പിന്നെ ആരാധന വരുന്നത്. പക്ഷെ ആരുടെ മുഖം നോക്കണ്ട, അടുത്തിരിക്കുന്ന ആരാ നോക്കണ്ട. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്നത് ഹല്ലേലൂയ അടുത്തിരിക്കുന്നവർ കൈ തന്നോ, ഇരിക്കുന്ന കൈ തന്നോ, ചിരിച്ചായിരുന്നു കൈ തന്നോ ഒന്നും ശ്രദ്ധിക്കില്ല. ദൈവത്തിൽ തുടങ്ങിയാൽ മതി. Praise the Lord. Hallelujah. ദൈവത്തിൽ തുടങ്ങിയാൽ മതി. Hallelujah. Start your day with God. Hallelujah. To the kids, to the children, I would like to say, start your day with God. Hallelujah. Your school days are going to start after the vacation. Hallelujah. Praise the Lord. But we have to start everything with God. Hallelujah. ദൈവത്തിന് സ്തുതി. ആശാട്ടി ഞാൻ നിലത്ത് പോയിട്ടില്ല, എന്റെ സഹോദരി പോയിട്ടുണ്ട്, അവളുടെ കൂടെ ഞാൻ പോയിട്ടുണ്ട്. നിലത്ത് മണൽ അങ്ങോട്ട് പിടിച്ചിട്ട് വിരൽ അങ്ങോട്ട് പിടിച്ച് അമർത്തി എഴുതും. ആദ്യം എഴുതിയത് ദൈവത്തിന്റെ സ്തുതി. അതാണ് എഴുതിപ്പിച്ചത്. അവർക്കറിയാം ഞങ്ങൾ പ്രതികൂലം അറിയാം, അതുകൊണ്ട് മറ്റേ സാധനം എഴുതിപ്പിച്ചില്ല. സ്തോത്രം. ഇതാ എഴുതിപ്പിച്ചത് ദൈവത്തിന് സ്തുതി. ദൈവത്തിന്റെ സ്തുതി എന്നുള്ള ആദ്യ പുള്ളി അങ്ങോട്ട് തിരിച്ച് ഇപ്പോഴേ ഹല്ലേലൂയ കൈ വേദനിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. നല്ല ഹാർഡായിട്ടാണ്. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ദൈവസ്ഥലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം, പലതിന്റെയും തുടക്കം, ഹല്ലേലൂയ തുടക്കം കുറിക്കുന്നത്. തുടക്കത്തിലൊന്നും ആരും കൂടെ കാണുന്നില്ല കേട്ടോ. ഹല്ലേലൂയ. It shall be humble beginning. Hallelujah. It shall be very struggling in our life, but start with God. Hallelujah. ദൈവത്തിൽ തുടങ്ങുവാൻ നമുക്കിടയായി തരണം. ആരാധനയിൽ ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് തുടങ്ങണമെങ്കിൽ ദൈവത്തെ വിളിച്ചാൽ പോരാ, ദൈവത്തിന്റെ സ്വന്തം പറഞ്ഞാൽ പോരാ. ആ താഴ്മയുള്ളൊരു മനോഭാവം. കർത്താവേ, മർത്യനെ ഓർക്കുവാൻ നീ ഒന്നുമില്ല, മനുഷ്യപുത്രനെ ഗണ്യമാക്കുവാൻ ഒന്നുമല്ല. ഹല്ലേലൂയ. എന്റെ മക്കളൊക്കെ ഒരു നേർവൊന്ന് തടഞ്ഞാൽ ഹല്ലേലൂയ തലമുടിനാരനേക്കാൾ ചെറുത്, തലമുടിനാരന്റെ 10 വലുപ്പമുള്ള ഒരു ഹല്ലേലൂയ നേർവ് ഹല്ലേലൂയ അതിന്റെ പ്രവൃത്തി മുടക്കിയാൽ അതിൽ നിൽക്കാവുന്നതേ ഉള്ളൂ
പിന്നെ യാതൊരു ഫംഗ്ഷനും വർക്കൗട്ട് ആകുന്നില്ല എന്നുള്ളത് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ തിരിച്ചറിവോടെ എന്റെ കർത്താവ് തമ്പുരാന് നന്ദി കൊടുത്ത് 700-800 കോടി ജനമുണ്ട് ഈ ലോകത്ത്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അവരെല്ലാം ശരീരത്തിന്റെ ഫംഗ്ഷൻ ഹല്ലേലൂയ നടക്കുമ്പോൾ മഹത്വമുള്ള ദൈവം ഹല്ലേലൂയ ഈ ദൈവത്തിന്റെ കരത്തിന്റെ സൃഷ്ടിയാൽ വെളിപ്പെട്ട മനുഷ്യൻ ഹല്ലേലൂയ ഈ ദൈവത്തിന് മഹത്വപ്പെടുത്തില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1.5 മണിക്കൂർ സമയം ഇവിടെ വന്നിരിക്കുമ്പോഴെങ്കിലും ഹൃദയത്തിനകത്ത് ദൈവം എന്നുള്ള ചിന്തയാവുള്ളൂ. ഹല്ലേലൂയ. മറ്റുള്ള സമയത്തൊക്കെ പലതും കയറി ഇറങ്ങി പോകുന്ന മനസ്സാ ഈ ആത്മാവങ്ങളിൽ മുതൽ കാലം ഈ സമയത്ത് ഇരിക്കുമ്പോൾ എന്റെ ദൈവമേ നിനക്കുള്ളതായത് ഹല്ലേലൂയ നിനക്കുള്ള സമയമായത് നിനക്ക് ആരാധന നൽകുവാനുള്ളതാ. ഇവിടെ മറ്റൊന്നും എന്റെ മനസ്സിൽ കയറരുത്. ഹല്ലേലൂയ. അവന്റെ പ്രാർത്ഥനയാ നിനക്ക് തന്നെ മഹത്വം, നിനക്ക് തന്നെ സ്തുതി, നിനക്ക് തന്നെ ആരാധന. ആരാധന മുഴുവൻ നടത്തുക, വിടുതൽ വ്യാപരിക്കും. ആരാധന മുഴുവൻ നടത്തുക, ശത്രുവിന്റെ പോലെയും ഫലിക്കുകയില്ല. ആരാധന മുഴുവൻ നടത്തുക, നിനക്ക് വിടുതൽ വ്യാപരിക്കുക. നിവർത്തിയുടെ നാളുവഴികൾ ദൈവസഭയ്ക്കായി, നിന്റെ കുടുംബങ്ങൾക്കായി, ചില മാതാപിതാക്കൾക്കായി, തലമുറകൾക്കായി ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വതവേ തുറക്കുന്ന ചില വഴികൾ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി പ്രാർത്ഥനയുടെ ആഴമേറിയ ഒരു ബന്ധം ദൈവമായി പുലർത്തുക. 12 മുതൽ ഹല്ലേലൂയ 14 വാക്യങ്ങളിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. David is saying David will focus very much on family, hallelujah, material prosperity, hallelujah, security that God is giving to his people. Hallelujah. There is no unrest in the land. Hallelujah. ദൈവത്തിൽ അധിഷ്ഠിതമായ ഒരു ബന്ധം. ഹല്ലേലൂയ. ദൈവത്തിൽ ആഴമേറിയ ഒരു ബന്ധം. ഹല്ലേലൂയ. ദൈവത്തെ മാത്രം മുൻനിർത്തിയുള്ള ഒരു ആത്മീയ ജീവിതം. ഹല്ലേലൂയ. അവിടെ ഓർഡറായി കഴിയുമ്പോൾ ബാക്കി എല്ലാ ഡിസോർഡറും ഓർഡറായി മാറും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് പ്രാമുഖ്യം കൊടുക്കുന്നവർ, ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകുന്നവർ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തിന് മഹിമ കൊടുക്കുന്ന, ഉദാസീനതയോടെ ദൈവത്തെ ആരാധിക്കുന്നത് ശ്രമിക്കപ്പെട്ടത്. ഇത് പഠിച്ച രീതിയിൽ ചെയ്യാതെ there should be a uniqueness in our relationship with God. Hallelujah. സ്തോത്രം. നമ്മുടെ ദൈവം നമ്മളെല്ലാം സ്നേഹിച്ചത്, നമ്മളെല്ലാം കർത്താവ് പറയുന്നത് പേർ ചൊല്ലി വിളിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. പേർ ചൊല്ലി വിളിക്കുന്ന പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ടീച്ചർമാര് ക്ലാസ്സിൽ വന്നിരുന്നിട്ട് അറ്റൻഡൻസ് രജിസ്റ്ററിൽ പേര് വായിക്കില്ലേ? പേര് വായിക്കുമ്പോൾ എന്റെ പേര് വായിക്കുമ്പോഴേ എനിക്ക് പ്രസൻസ് ആണെന്ന് പറയാൻ പറ്റും. വേറെ ആർക്കും അത് പറയാൻ പറ്റും. അങ്ങനെ പറഞ്ഞ് പിടിക്കപ്പെട്ടവരൊക്കെ ഉണ്ട്. ഞാൻ റെഡിയൊക്കെ 104, 105, 110 പിള്ളേരായിരിക്കുന്നത്. ടീച്ചറിന്റെ പ്രസൻസ് ആണെന്ന് കേട്ടോ മതി. ഒരുത്തന്നെ 4 പേർക്കൊക്കെ പറയുന്നില്ലേ പരിപാടിയുണ്ട്. പക്ഷേ ദൈവം നമ്മെ കുറിച്ച് പറയുന്നത് അവനെ പേർ ചൊല്ലി വിളിക്കുന്ന പറഞ്ഞാൽ നിനക്ക് വേണ്ടി മാത്രമായിട്ടൊരു വിളിയാണ്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം, ഹല്ലേലൂയ, ഇത്രയും ബിസി ആയിട്ടുള്ള ദൈവം, ഹല്ലേലൂയ, നമ്മെ വിളിക്കുക എന്ന് പറഞ്ഞാൽ that moment is only for you. Hallelujah. That moment is dedicated for you. നിന്റെ പേര് വിളിക്കുമ്പോൾ നിന്റെ ഉള്ള പോലെ അറിയുന്നവൻ, ഹല്ലേലൂയ, നിന്റെ സകലവും അറിയുന്നവൻ, ഹല്ലേലൂയ, മുഖം നോക്കി ആരാ പ്രസൻസ് ആണെന്ന് പറയുന്നത് തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്റെ പേര് വിളിക്കുമ്പോൾ നിന്റെ സകല വിഷയങ്ങളുടെ പരിഹാരമായി ആ ഒറ്റ വിളി മാറുക എന്ന് പറഞ്ഞാൽ സ്തുതിപ്പാൻ കഴിയും. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ ബന്ധം, എന്റെ ദൈവമാരുടെ ബന്ധം, എന്റെ ദൈവത്തിന് എന്റെ പേർ ചൊല്ലി വിളിക്കുന്ന ആ ഒരു മഹത്വം ഇന്ന് രാവിലെ കാലം ദൈവത്തെ മനസ്സിലാക്കണം. അത് ഉൾക്കൊണ്ടേന്ന് മടങ്ങി പോകാവൂ. അയ്യോ, എന്റെ പേർ ചൊല്ലി വിളിക്കുന്ന ഇവിടെ സ്റ്റേജിൽ ദേവദാസന്മാരൊക്കെ നമ്മുടെ പേരെന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, പ്രത്യേകിച്ച് വലിയ കോൺഫറൻസിലൊക്കെ നമ്മുടെ പേരെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് സന്തോഷമല്ലേ, വലിയ ക്രെഡിറ്റ്. ഹല്ലേലൂയ. സുഖങ്ങളിൽ സകലത്തിന്റെ ശിക്ഷിതാവായ ദൈവം നിന്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്റെ പേര് വിളിക്കുന്നുണ്ട്.
ഹല്ലേലൂയ. നിനക്ക് വേണ്ടി എന്നെ ചിട്ടപ്പെടുത്തിയ, നിനക്ക് വേണ്ടി ഐക്യപ്പെടുന്ന വിടുതലുകൾ ഹല്ലേലൂയ പറഞ്ഞു. എന്റെ ദാസനായ യാക്കോബ്, എന്റെ ദാസനായ ദാനിയേൽ, ഓ എന്റെ ദാസനായ യോശുവ, എന്റെ ദാസനായ മോശ, ദൈവം പറഞ്ഞ വാക്ക് പ്രിയമുള്ളവരെ, അതുപോലെ എന്നെയും നിങ്ങളെയും ജീവിത സാഹചര്യങ്ങളിൽ അവൻ പേര് വിളിക്കുന്നുണ്ട്. ഓ പലവരൊക്കെ കണ്ണുനീര്. ഹല്ലേലൂയ. അപ്പച്ചവനൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്റെ ജോസുമോനെ, എന്റെ തോമസിനെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഇങ്ങനെ പേര് പറഞ്ഞ് മാതാക്കൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇല്ലേ? ഹല്ലേലൂയ. ഇല്ലേ? എന്റെ വലിയപ്പച്ചന് കൊച്ചുമക്കളിൽ എന്റെ പേര് മാത്രമേ വ്യക്തമായിട്ട് അറിയത്തുള്ളൂ. ബാക്കിയെല്ലാം വലിയവള്, കൊച്ചവള്, അവളുടെ മണിക്കലൊക്കെ പ്രൈസ് ദി ലോർഡ്. അതും എന്നെ വിളിക്കുന്ന മിൻസുണ്ടെന്ന്. ഹല്ലേലൂയ. ആ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ദിവസം എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന അറിയത്തില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു മൺമറഞ്ഞു പോയെങ്കിലും ഹല്ലേലൂയ. ഓ നമ്മുടെ മാതാപിതാക്കൾ പേരിട്ട് വിളിക്കാൻ എത്ര പ്രത്യേകതയാ എന്റെ ദൈവം. ഹല്ലേലൂയ. സ്വർഗ്ഗാദി സ്വർഗ്ഗത്തിരുന്നുകൊണ്ട് എന്റെ നെടുവീർപ്പെടുമ്പോൾ എന്റെ പേരോട് വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവജനത്തിന്റെ പേര് ഉച്ചരിക്കുന്ന ദിവസങ്ങളാണ്. ഓ ഹല്ലേലൂയ. ഓന്റെ വിടുതലിന്റെ സമയമാകുമ്പോൾ, ഓ ഹല്ലേലൂയ, വർമ്മം വെളിപ്പെടുന്ന സമയമാകുമ്പോൾ, നിന്നെ ഉദ്ധരിക്കുവാൻ ഉള്ള സമയമാകുമ്പോൾ ചിലതിന്റെ പേര് അവൻ സ്വർഗ്ഗത്തിൽ വിളിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സൃഷ്ടിയുടെ ഉറവിടം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവായപ്പോൾ അവന്റെ അസ്ഥി ഹല്ലേലൂയ മറവായിട്ടില്ലാത്ത എന്റെ ദൈവം വിളിക്കുമ്പോൾ ഒരു സാധാരണ വിളിയല്ല. വിളിച്ചപ്പോൾ അടിയനിതാ വിളിച്ചേണമേ, അടിയനിതാ എന്ന് പറയുന്ന പോലെ നമ്മുടെ തലമുറകൾ ദൈവത്തിന്റെ മാറാതെ നമ്മുടെ തലമുറകളിലേക്ക് ആ വിളി വെളിപ്പെടേണ്ട സ്തുതിപ്പാൻ കഴിയും. ഇതുപോലെ കാലം വിളിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. ഓ ഡിസോർഡറായി കിടക്കുന്ന മണ്ഡലങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാടിനാൽ ഓഴങ്ങളിലേക്ക് വരുന്ന ചില ഭവനങ്ങളുടെ അന്തർഭാഗത്ത് ദൈവത്തിന്റെ കരം വെളിപ്പെട്ട് ഹല്ലേലൂയ ഒരു ഓഴമാക്കി മാറ്റുന്ന സാമ്പത്തിക മണ്ഡലങ്ങളില് ഓഴല വരുന്നവരെയോ ഹല്ലേലൂയ ഇല്ലായ്മകളെ സമൃദ്ധിയിലേക്ക് നമ്മൾ ഓ ദൈവത്തിന്റെ പ്രാർത്ഥനയോടെ ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കപ്പെടുമ്പോൾ, ഓ ദൈവത്തെ വിലവെടുക്കുമ്പോൾ ഹല്ലേലൂയ നീ വിലവെടുക്കുമ്പോൾ ഹല്ലേലൂയ വിലവെടുക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തിനായി വാഞ്ചിക്കുമ്പോൾ ഞങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തലച്ചു വളർന്ന തൈകൾ പോലെ ഹല്ലേലൂയ. ഞങ്ങളുടെ പുത്രന്മാർ അരമയുടെ മാതിരിയായ കുത്തിയ മൂലത്തൂണുകൾ പോലെ ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവാനുഗ്രഹം ഉള്ളെങ്കിലേ ഇത് നടത്തുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഈ ഹല്ലേലൂയ ബൂസ്റ്റും മറ്റ് എല്ലാ വൈറ്റമിൻസും ഉറപ്പുവരുത്തി ഹല്ലേലൂയ ഇത് നൽകിയ ദാനിയേലിന്റെ അനുഭവം നമുക്കറിയാം. ശാഖ പദാർത്ഥമുള്ള സ്തോത്രം മാത്രമല്ല, ആഹാരം കഴിച്ചു മറ്റുള്ളവരെക്കാൾ പുഷ്ടി അവർക്കുണ്ടായി. ദേവദാസന്മാരൊക്കെ നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നവര് സ്തോത്രം പാല് കിട്ടാത്ത സ്ഥലത്ത് കുഞ്ഞുങ്ങൾക്ക് പച്ചവെള്ളത്തിൽ കൈമുക്കി കർത്താവ് എല്ലാ പോഷകങ്ങളും നിറയ്ക്കണമെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് നൽകിയ ദേവദാസന്മാരുണ്ട്. കഥയല്ല, ചെയ്ത ദേവദാസന്മാർ എന്നോട് നേരിട്ട് പറഞ്ഞ അനുഭവങ്ങൾ എനിക്ക് ദൈവത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി എന്റെ കർത്താവ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഇത്ര നല്ല ജോലി ഒന്നും നല്ലതല്ല. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര കൂടിയ സ്കൂളിൽ പഠിച്ചു എന്നുള്ളതല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ കടാക്ഷമാണ് നമ്മുടെ തലമുറ അനുഗ്രഹിക്കുന്നത്. സ്റ്റാർട്ട് വിത്ത് ഗോഡ്. ഹല്ലേലൂയ. സ്റ്റാർട്ട് വിത്ത് ഗോഡ്. ദൈവത്തിൽ ആരംഭിക്കുക. ഹല്ലേലൂയ. നമ്മുടെ കളപ്പുരകൾ വിവിധ ധാന്യം നൽകുവാനൊക്കെ നിറഞ്ഞിരിക്കട്ടെ. ഹല്ലേലൂയ. അല്പം കൊണ്ടും അധികം കൊണ്ടും നമ്മെ അനുഗ്രഹിപ്പാൻ കഴിവുള്ള ദൈവമാണ്. ഹല്ലേലൂയ. നിന്റെ അല്പത്തിൽ നീ ദൈവത്തിന് കൊടുത്താൽ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
ദൈവം ഒറ്റ കാര്യത്തിൽ ദൈവത്തെ പരീക്ഷിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. കൊടുത്ത് ദൈവത്തെ പരീക്ഷിക്കാൻ. ദൈവം ഇങ്ങനെ പരീക്ഷിച്ചു, ഒറ്റ കാര്യത്തിൽ കൊടുത്ത്. ഹല്ലേലൂയ, പരീക്ഷിച്ചു. ഹല്ലേലൂയ. നിങ്ങൾക്ക് കണക്കെഴുതി കൂട്ടാൻ കഴിയുന്നില്ലല്ലോ. ഹല്ലേലൂയ. നിങ്ങൾക്ക് കണക്കെഴുതി കൂട്ടുന്ന കണക്ക് തെറ്റും. ആ പരുവത്തിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഓടിച്ച് അനുഗ്രഹിക്കും. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്ന് അറിയാമോ? ആശ്രയം പൂർണ്ണമായും ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ടുള്ള. ഹല്ലേലൂയ. ഞങ്ങളുടെ കാളകൾ ചുമക്കട്ടെ. ഹല്ലേലൂയ. ഒത്തി നടക്കുന്ന കാളയല്ല. ഹല്ലേലൂയ. സ്തോത്രം. മതിൽ തകർക്കുന്നതും പടക്കി പുറപ്പെടുന്നതും ഞങ്ങളുടെ വീഥികളിൽ നിലവിളിയില്ലാതിരിക്കട്ടെ. ശത്രു ആഗ്രഹിച്ചതാ, ശത്രു ഉന്നം വെച്ചതാ, നിന്റെ കൂടാരത്തിനകത്ത് നിലവിളി വരിക. ഹല്ലേലൂയ. അതിന് തക്കതായത് സംഭവിക്കുകയും ചെയ്തതാണ്. പക്ഷെ ആ നിലവിളി വരാതെ ദൂതൻ വിരിക്കപ്പെട്ട ചിറകിൽ, ഹല്ലേലൂയ, നിന്നെ തലമുറയിൽ മറച്ചതാ. ഹല്ലേലൂയ. ആ സാക്ഷ്യം ഇതിനകത്ത് പറഞ്ഞതാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ സ്ഥിതിയിൽ ഞാൻ ഭാഗ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുപാട് സ്ഥിതി നമ്മുടെ ലോകത്ത് കാണുന്നുണ്ട്. അമേരിക്കയിൽ വന്നപ്പോ പല സ്ഥിതി നമ്മൾ കണ്ടതാ. ഹല്ലേലൂയ. ദൈവം പറയുക, ആ സ്ഥിതി ഒന്നുമല്ല ഭാഗ്യമുള്ളവർ. ഹല്ലേലൂയ. യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. ഹല്ലേലൂയ. നിന്റെ വീട്ടിനകത്ത് ദൈവനാമം ഉയർത്തപ്പെടുന്നുണ്ടോ? ഹൃദയത്തിനകത്ത് ദൈവനാമം ഉയർത്തപ്പെടുന്നുണ്ടോ? 4 പേരെ ഉള്ളെങ്കിലും ദൈവ സാന്നിധ്യമുള്ള 4 എണ്ണം, ഹല്ലേലൂയ, ഒരുമിച്ച് കൂടിയാൽ അവിടെ വരുന്നൊരു സാന്നിധ്യമുണ്ട്. അതിന് പറയുന്നത് ദൈവ മഹത്വം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ വസിപ്പാൻ ഇച്ഛിച്ച പർവ്വതം. ഓ ഹല്ലേലൂയ. പ്രൈസ് ദി. മറ്റുള്ളവർ സ്പർദ്ധിച്ചു നോക്കിയിട്ടും പ്രിയമുള്ളവരെ, അനുഗ്രഹമൊന്നും ഓട്ടോമാറ്റിക് അല്ലെന്ന്. ഹല്ലേലൂയ. ഇവിടെ വെളിപ്പെടുന്ന പ്രാർത്ഥന മറുപടിക്കും ഇതിനകത്ത് വെളിപ്പെടുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ നോക്കിക്കോ. ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ നിങ്ങൾ തന്നെ പഠിച്ചു. ആരെ നിങ്ങൾ സ്വയം ശോധന ചെയ്തു. ഹല്ലേലൂയ. എങ്ങനെ ഇതൊക്കെ സംഭവിച്ചത്? നമുക്ക് പോലും ചിന്തയില്ലാത്ത, നമ്മുടെ ചിന്തയ്ക്ക് നിരക്കാത്ത, നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകാൻ പ്രയാസമുള്ളത് ഈ ദിവസങ്ങൾ ദൈവത്തിൽ സംഭവിക്കുന്നുണ്ട്. ഒറ്റ കാര്യമുള്ളൂ, യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യപ്പെടും. നിങ്ങൾക്ക് ലഭിച്ച പല അനുഗ്രഹങ്ങൾക്കും, നിങ്ങൾക്ക് ലഭിച്ച പല നന്മകൾക്കും വേണ്ടി ലക്ഷക്കണക്കിന് ഡോളർ കൊടുക്കാൻ ആളുകൾ തയ്യാറാണ് അമേരിക്കയിൽ. എന്നിട്ടും അവർക്ക് ലഭിക്കുന്നില്ല. വിശാഖികളുടെ മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് പലർക്കും ലഭിച്ച പല അനുഗ്രഹങ്ങളും. ഹല്ലേലൂയ. ഇന്നിവിടെ എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എത്രവർക്ക് ഓർമ്മയുണ്ടെന്നൊക്കെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ എല്ലാത്തിന്റെയും കണക്കുണ്ട്. സ്തോത്രം. എന്റെ ഡയറിയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം. പക്ഷെ അതൊക്കെ ഞാൻ പലപ്പോഴും നോക്കുമ്പോൾ നമുക്കൊക്കെ ലഭിച്ച അനുഗ്രഹങ്ങൾ, പദവികൾ, നന്മകൾ, ദൈവം നടത്തിയ വിധങ്ങൾ, അതിനുവേണ്ടി ലക്ഷോപലക്ഷം രൂപ കൊടുക്കാൻ ആളുകൾ തയ്യാറാണ്. പക്ഷെ എന്നാലും അവർക്ക് ലഭിക്കുന്നില്ല. പക്ഷെ ദൈവത്തിൽ മുട്ടുമടക്കിയപ്പോ, പ്രാർത്ഥിച്ചപ്പോ, കണ്ണുനീരൊഴുക്കിയപ്പോ, ഞാൻ ചോദിച്ചതിനൊക്കെ ഈ ഐശ്വര്യയുടെ പോകുമ്പോൾ ഞങ്ങൾ പറയും, തോന്നിയാമല്ല മക്കളെ നമ്മള് ഹല്ലേലൂയ അമേരിക്കയുള്ള ഈ മൈൽ വഴി യാത്ര ചെയ്യുക. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യാത്ര ചെയ്തുകൊണ്ട് ഹല്ലേലൂയ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത വാഹനങ്ങൾ നാം യാത്ര ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തെ സ്തുതിക്കുമ്പോൾ, തലമുറകളുടെ നന്മ കാണുമ്പോൾ, നമ്മുടെ തലമുറകൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ സാഹിബ് പറയുന്ന പോലെ ഇംഗ്ലീഷ് വിളവളാതെ പറയുമ്പോൾ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഓർത്തോണം, ഉന്നതികളുടെ തലമുറ ദൈവം എത്തിക്കുമ്പോൾ, ഹല്ലേലൂയ, ഉന്നതന്മാരുടെ നടുവിൽ നിൽക്കുമ്പോൾ, ഉന്നതന്മാരെ ടേക്ക് കെയർ ചെയ്യുമ്പോൾ, ഒരു കാര്യം ഓർത്തോണം, നമുക്ക് ലഭിച്ച നന്മ ചെറുതല്ല, ദൈവത്തിന്റെ അനുഗ്രഹമാണ്. എന്നാൽ ആ നന്മയ്ക്ക് പിന്നിൽ ദൈവത്തിന്റെ ഉദ്ദേശങ്ങളുണ്ട്. ഈ ദിവസമുള്ള ഉദ്ദേശങ്ങൾ നമ്മെ നിവൃത്തിയാകണം, നമ്മുടെ തലമുറയിൽ നിവൃത്തിയാകണം. ഹല്ലേലൂയ. നാം കഴിക്കുന്ന ആഹാരം നമ്മുടെ ശരീരത്തെ ശരിയായ രീതിയിൽ പ്രോസസ് ചെയ്ത് നമ്മുടെ മസിൽസിലേക്ക് പോയില്ലെങ്കിൽ നമുക്ക് വരുന്ന രോഗമുണ്ട്. അതിലുള്ള ഒബേസിറ്റി. ഹല്ലേലൂയ. കഴിക്കുന്ന ആഹാരം ശരിയായ രീതിയിൽ മസിൽസിലേക്കും, ഹല്ലേലൂയ, ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോയില്ലെങ്കിൽ അത് നമുക്കൊരു ഭാരമായിട്ട് വരും. അല്ലേ? ഒബേസിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒബേസിറ്റി എന്ന് പറഞ്ഞാൽ വെളുപ്പ് കറുപ്പായതോ കാലൊത്തിയതോ രണ്ടോ ഒന്നുമല്ല, ഭാരം കൂടിയെന്നാണ് അർത്ഥം. നോർമൽ ഭാരത്തേക്കാൾ അപ്പുറത്തേക്ക് പോയി. ഒരു നിശ്ചിത ഭാരമുണ്ട്. 5 അടി 6 ഇഞ്ച് ഉള്ളവർ ഇത്ര ഭാരം ആകാം. സോ എക്സ്ട്രാ വരുന്ന ഭാരം എന്തുവാ? ഒരു ഉപയോഗമില്ല സാധനം. സ്തോത്രം. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിന്റെ നന്മകൾ, ഒരു ചെറിയ നന്മയാണെങ്കിലും, $1 നന്മയാണെങ്കിലും അതിന്റെ അടിയിൽ തമ്പുരാൻ ഒരു ടാഗ് എഴുതിയാകട്ടെ.
ആ അനുഗ്രഹത്തിനായി, ആ നന്മയ്ക്കായി പ്രയോജനപ്പെടും. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ ഇവിടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ പലപ്പോഴും ചെയ്യാറുള്ള കാര്യം എന്ന് അറിയാമോ? ഞാൻ പറയാം, ദൈവമേ, അവർക്ക് ലഭിച്ച ആ വിടുതൽ, ലഭിച്ച ആ ഭൗതിക നന്മ, അത് ദൈവനാമ മഹത്വത്തിന് കാരണം. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് ദൈവനാമ മഹത്വത്തിന് നന്മ, ആ ജോലി, ദൈവ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് ഉദകണേ. സ്തോത്രം. കാരണം ദൈവവൈതലല്ലയോ ദൈവ നന്മ നൽകിയത്. ദൈവ പൈതല്ല ദൈവ നന്മ നൽകിയെങ്കിൽ അതിന് ചേർത്തൊരു ടാഗുണ്ട്. സ്തോത്രം. ആ ടാഗ് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ്. ഇന്നുവരെ തുടങ്ങിയല്ല. This started right very far. ഒരുപാട് മുൻപ് തുടങ്ങിയത്. അബ്രഹാം ദൈവം അനുഗ്രഹിച്ചവൻ പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായി മാറും. സമയം കറിയാം, സമയം കൊണ്ടുപോകുന്ന എനിക്കറിയാം. പക്ഷെ പ്രേരിപ്പിക്കുന്ന മാത്രം പറയുക, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, പിന്നെ നീ ആ അനുഗ്രഹം കൊണ്ട് തോന്നിയ പോലെ ജീവിച്ചു എന്നല്ല പറഞ്ഞത്. That blessing, you shall be a blessing for others. ഏതാ നീ എല്ലാവർക്കും വായ്പ കൊടുക്കുന്നുള്ളതല്ല അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, നീ അറിഞ്ഞ ദൈവത്തിലേക്ക്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മ എന്നറിയാമോ? നമ്മൾ സാമ്പത്തികമായിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്നതല്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മ. ഞാൻ കാരണം ഒരുവൻ ദൈവത്തിന്റെ എത്തുക എന്നുള്ളത് ഏറ്റവും വലിയ നന്മ. അതിനപ്പുറം നന്മയില്ല. വെച്ചോ, ഞാനൊരു മനുഷ്യന് $10 കോടി കൊടുക്കുന്നതിലും വലിയ നന്മയാണ് ഈ ഭൂലോകത്തേക്കാൾ വിലയുള്ള അവന്റെ ആത്മാവിനെ ദൈവസന്നിധിയിലെത്തിക്കുക എന്നുള്ളത്. അതിന്റെ മറുവശം കൂടെ പറയാം, ഞാൻ കാരണം വരുന്ന ദൈവനാമത്തിൽ അകന്നു പോയാൽ അതിലും വലിയൊരു ശാപം വേറെ ഇല്ല. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ കാരണം എന്റെ തലമുറ ദൈവത്തിൽ നിന്നാൽ പറയുക, എന്റെ പിതാവിന്റെ ദൈവമാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞാൽ, എന്റെ അപ്പച്ചന്റെ ദൈവമായ എന്റെ ദൈവം എന്ന് നമ്മുടെ തലമുറ പറഞ്ഞാൽ, അതിലപ്പുറം ഒരു ഭാഗ്യപ്രദം ഈ ലോകത്തില്ല. ഈ ലോക ജീവിതത്തില്ല, സ്വർഗത്തിലെ പിന്നെ വേറെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ഞാൻ കാരണം ആരും ദൈവത്തിൽ നടന്നു പോകരുത്. ഒന്നാമത്തെ കാര്യം ആദ്യം പറയാം, ഞാൻ കാരണം ശീലത ദൈവത്തെ അറിയണം. ഹല്ലേലൂയ. എന്നിലെ അബ്രഹാമിനോട് അനുഗ്രഹത്തിന്റെ ഭാഗത്തുകയത, ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിന്റെ വിവരണമായി കൊടുത്തിട്ടുണ്ട്. ഞാൻ നിനക്ക് അതിമഹത്തായ പ്രതിഫലം, I am your reward. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അബ്രഹാമിന്റെ ഉള്ളിൽ ലഭിച്ച ദൈവത്തെ ഇസഹാക്കിലേക്ക്, യാക്കോബിലേക്ക്, ഗോത്രപിതാക്കന്മാരിലേക്ക് പകരപ്പെടുവാൻ അബ്രഹാമിന് കഴിഞ്ഞുവെങ്കിൽ കൊച്ചുമകനായ യാക്കോബിനെ മടിയിലിരുത്തി അബ്രഹാം പറഞ്ഞു, ഇവിടെയുള്ള ഒന്നുമല്ല സ്ഥിരം. ഹല്ലേലൂയ. ദൈവം ശില്പിയായി നിർമ്മിക്കുന്നതും അടിസ്ഥാനപരമായ നഗരത്തിലാണ് വിശ്വാസിക്കുന്നത്. അതുകൊണ്ട് യാക്കോബ് വരെയുള്ളവർ കൂടാരവാസികളായി നിലകൊണ്ടത് എങ്ങനെ അനുഗ്രഹം പകരപ്പെട്ടത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, തലമുറയിലേക്ക് പകരുന്ന അനുഗ്രഹത്തിന് ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. ഹല്ലേലൂയ. നീ കൊടുക്കുന്ന സാമ്പത്തിക അനുഗ്രഹങ്ങൾ 4 തലമുറ കഴിയുമ്പോൾ ഇല്ലാതായെന്ന് വരാം. എന്നാൽ നീ പകരുന്ന ഒരു അനുഗ്രഹമുണ്ട്, അതിനൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, അത് നിത്യതയാ. ഹല്ലേലൂയ. എന്ന് സ്തുതിപ്പാൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ പകർന്നു നൽകുന്ന ആ നന്മ, ഞാൻ പകർന്നു നൽകുന്ന ആ അനുഗ്രഹം, ആ ഹല്ലേലൂയ ബ്ലെസ്സിംഗ്, എന്റെ തലമുറകളെ നിത്യതയിലെത്തിക്കുവാൻ. എന്റെ വല്യപ്പന്റെ ഞാൻ എഴുതുക. പക്ഷേ കർത്താവിനെ അറിഞ്ഞ് ജീവിച്ച പിതാവ് ദൈവസ്ഥലിൽ കാണുമ്പോൾ തന്റെ മകനിലേക്ക്, തന്റെ കൊച്ചുമകനിലേക്ക് പകരപ്പെട്ട ദൈവഭക്തിയുടെ തുടർമാനം, ഹല്ലേലൂയ, ഏറ്റുപിടിച്ച ചിലർ നിലനിൽക്കുമ്പോൾ അവർക്ക് പറയാൻ കഴിയും, എന്നിൽ ഉത്ഭവിച്ച ഹല്ലേലൂയ ഒരു നന്മയാ. ഹല്ലേലൂയ. എന്ന് പകരക്കാതെ നിൽക്കുന്നത് വലിയൊരു ചെയിന. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ഇവിടുന്ന് അതോ ഓർത്താൽ മതി, നമ്മൾ പലതും വിട്ടിട്ട് ഇതിനകത്ത് ഇറങ്ങി പോകുന്നത്. ഹല്ലേലൂയ. പല കൈഫൊന്ന് മാറിപ്പോകണം, പല ഹല്ലേലൂയ ഭാരവും ഇന്ന് മാറിപ്പോകണം. എനിക്ക് നേടുവാൻ ഒന്നേ ഉള്ളൂ, നിത്യതയിലേക്ക് ചിലരെ നേടുവാൻ നിലനിൽക്കുന്നതേ ഉള്ളൂ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കുക. നമ്മളെ നിത്യതയിലേക്ക് വിളിച്ചു വേർതിരിച്ച കർത്താവിന്റെ തിരുമേശ നമ്മുടെ മുമ്പാകെയുണ്ട്. അതിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദിവസം അടയ്ക്കാം. ഇന്ന് പകൽക്കാലം ക്രമീകരണത്തിലേക്ക്, ഹൃദയ മുറുക്കത്തിലേക്ക് കർത്താവെ വരുന്ന ഈ സ്ഥിതിയിൽ ഇരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. ഇത് പകൽക്കാലം ആ ഭാഗ്യം വരെ പദവിയിലേക്ക് ദൈവം കടന്നു പോകട്ടെ. ഒരു നിമിഷം പ്രാർത്ഥന. സത്യപിതാവേ, ഇന്ന് പകൽക്കാലം ഇടപെട്ടവരുടെ വചനങ്ങൾ
നിനക്കായി സ്തോത്രം. ദാവീദിന്റെ പ്രാർത്ഥന, എന്റെ കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന, അത് ഞങ്ങളെ വഹിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥന. ഹല്ലേലൂയ. ഇതുപോലെ കൽവരിയാഗത്തിന്റെ ഓർമ്മയ്ക്കായി ഞങ്ങൾ ചിരിസിലേക്ക് അടുത്ത് വരുമ്പോൾ ഈ ശുശ്രൂഷയെ ആദരിക്കണമേ. അവിടുത്തെ മഹത്വം വെളിപ്പെടണമേ. ദൈവനാമത്തിന്റെ ഉയർച്ച ഞങ്ങളിൽ സ്ഥാപിതമാകട്ടെ. ഞങ്ങളിലേക്ക് പകരപ്പെട്ട ദൈവത്തിന്റെ സാന്നിധ്യം സ്വർഗോന്നതങ്ങളിലെ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ഞങ്ങളുടെ പിതാവുമായി പുത്രനോട് ഞങ്ങളെ ബന്ധപ്പെടുത്തിയ ആ മഹാബന്ധം ഈ ഭൂമി കൊണ്ട് അറ്റുപോകാതെ ഹല്ലേലൂയ മരണത്താൽ മാറാത്ത ബന്ധം. ഹല്ലേലൂയ. നിത്യതയോളം അനന്തകാലത്തേക്ക് നിത്യമായ ബന്ധത്തിലേക്ക് ഞങ്ങളെ നയിച്ച അവിടുത്തെ സ്നേഹത്തിനായി, കാൽവരിയിലെ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അത് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യുക ഞങ്ങളെ സഹായിക്കും. ശുശ്രൂഷയെ ആസ്വദിക്കണം. കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സ്തോത്രം. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. Let us go towards the scriptures and let's meditate on the word of God. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം അതിന്റെ 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭിച്ച് നമുക്ക് വായിക്കാം. Let us read the chapter Acts chapter 30, 29 to 31. അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ തികച്ച ശേഷം അവർ അവനെ മരത്തിൽ നിന്ന് ഇറക്കി ഒരു കല്ലറയിൽ വെച്ചു.
ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ തന്നോടുകൂടെ ഗലീലയിൽ നിന്ന് യെരൂശലേമിലേക്ക് വന്നവർക്ക് ഏറെ ദിവസം പ്രത്യക്ഷനായി. അവർ ഇപ്പോൾ ജനത്തിന്റെ മുമ്പാകെ അവന്റെ സാക്ഷികളാകുന്നു. And when they had carried out all that was written of him, they took him down from the tree and laid him in a tomb. But God raised him from the dead, and for many days he appeared to those who had come up with him from the Galilee of Jerusalem, who are now witnesses to the people. And we bring you the good news that what God promised to the fathers. Praise the Lord. Hallelujah. ഈ വേദഭാഗം വായിച്ച അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൽ നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്. ദൈവസഭ പൗലോസിനെയും ബർന്നബാസിനെയും ശുശ്രൂഷയ്ക്ക് വേണ്ടി അയച്ചു എന്നുള്ള കാര്യം നാം വ്യക്തമായി കണ്ടു. അവരിലൂടെ പല ദൈവപ്രവൃത്തിയും നടന്നതായും പരിശുദ്ധാത്മാവിൽ നടന്നതായും നാം വായിക്കും. These scriptures we have been meditating upon for the past weeks, and how the Paul and Barnabas were set apart for the work of God. ഈ ദിവസം നാം ചിന്തിക്കുന്നത് ആദിമസഭയിൽ ആദ്യ നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവിലൂടെ നടന്ന അപ്പോസ്തലന്മാരെ നടന്ന പ്രവൃത്തികളെ കുറിച്ചാണ് നാം ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത്. We are meditating upon the word of God, where how the Holy Spirit did various acts through the people whom the God has chosen. Praise the Lord. Praise be to God. അതിലൂടെയാണ് ദൈവസഭ ആദ്യ നൂറ്റാണ്ടിൽ പടർന്ന് ലോകത്തിന്റെ വിവിധ ഈ ഭൂമിയിലെ വിവിധ ഭൂഖണ്ഡങ്ങളിലേക്ക് ലോകരാജ്യങ്ങളിലേക്ക് ഒക്കെ ദൈവത്തിന്റെ വചനം പടർന്നത്. Through the Holy Spirit only, the work of the Holy Spirit was spread, and the act was spread across the different parts of the world in the first century. നമുക്ക് കാണുവാൻ കഴിയും പൗലോസും ബർന്നബാസും അവരുടെ യാത്രയിൽ ആദ്യ ക്രിസ്തുവിന്റെ യാത്രയിൽ യാത്ര ചെയ്ത് പംഫുല്യ ദേശത്തിലെ പെർഗയിൽ ചെന്നുവെന്ന് നമുക്ക് കാണാം. So we can read the scriptures and we can understand that Paul and Barnabas, they came to Perga in Pamphylia. അത് അവിടെ നിന്ന് അവർ വീണ്ടും യാത്ര തിരിച്ച് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയതായി നാം കാണാം. And we see that they left from there and returned to Jerusalem. അവിടെ വീണ്ടും നാം വായിക്കുന്നു, എന്നാൽ പെർഗയിൽ നിന്ന് അവർ വീണ്ടും അന്ത്യോക്യയിലെ പിസിഡിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി. And we also read that they again moved to Pisidia, that place in Antiochia. ഇവരെ ഓരോ ദേശത്ത് ചെല്ലുമ്പോൾ പ്രധാനമായും ഒരു ഓപ്പണിംഗ്, ഒരു വാതിൽ അവർക്കായി തുറക്കേണ്ടതിനായി അവർ ചെയ്യുന്നത്, അവർ കടന്നുപോയി അവിടെ യഹൂദന്മാർ കൂടി ആരാധിക്കുന്ന സ്ഥലമായ സിനഗോഗിൽ ചെന്ന് അവിടെയാണ് അവർ ദൈവവചനം സംസാരിച്ച് തുടങ്ങുന്നത്. Whenever they reach a certain place, what they do is to have an opening. What they do is to gather in the synagogue where all the Jewish brothers are there, and they start talking there, and they have an. പൗലോസിന്റെ ശുശ്രൂഷയുടെ ഒരു രീതി അതാണ്. That is a way Apostle Paul used to work. എവിടെ ചെന്നാലും ആദ്യം ഒരു തിരക്കുന്നത് യഹൂദന്മാർ എവിടെയുണ്ട്, ദൈവമക്കൾ എവിടെയുണ്ട്, സ്തോത്രം അവിടെ തിരക്കിയിട്ട് നമ്മൾ പറയാറുണ്ട്. ഒരു ദേശത്ത് ചെല്ലുമ്പോൾ ആരാധിക്കാൻ ഒരു സ്ഥലം ഉണ്ടെന്ന് നമ്മൾ തിരക്കുന്നത് എന്ന് പറയുന്നത് പോലെ അദ്ദേഹം പോയിട്ട് യഹൂദന്മാർക്ക് എതിരാണ്, എന്നാലും അവരിലൂടെ അവിടെയാണ് താൻ സുവിശേഷത്തിന്റെ ഒരു വാതിൽ തുറക്കാനായി ആദ്യ ശ്രമം നടത്തുന്നത്. So first attempt which Paul does is that whenever he goes to a new place, he is to find a place where he can worship, where he can find the Jewish brothers and start worshiping there. That's where he starts. That's the same manner when we go to a new place, we find a place for worship. The same manner he does. അപ്പോസ്തലനായ പൗലോസ് ഈ ഒരു കാര്യം എല്ലാ പട്ടണങ്ങളിലും യഹൂദന്മാർ ചിതറിപ്പാർത്ത് ഈ ഏഷ്യ ഭൂഖണ്ഡത്തിലും യൂറോപ്പിലും എല്ലാം ചിതറിപ്പാർത്ത യഹൂദന്മാർ ഈ യവനായ പട്ടണങ്ങളിലെല്ലാം ഉണ്ട്. 7 യഹൂദന്മാർ ഒരുമിച്ച് കൂടിയാൽ അവർക്ക് സിനഗോഗ് തുടങ്ങാം. അതാണ് അവരുടെ രീതി. അതുകൊണ്ട് എല്ലായിടത്തും ഇതുപോലെ ചെറിയ പ്രാർത്ഥനാ കൂട്ടങ്ങൾ, സിനഗോഗുകളുണ്ട്. അവിടെ ആയിരുന്നു അപ്പോസ്തലനായ പൗലോസിന്റെ പ്രസംഗ കേന്ദ്രങ്ങൾ. So as per the tradition and the law, they can the Jewish people can start a synagogue when there are 7 people gathered together, and that is where the Paul has been going, because all over the world, when we think about Europe and in Asia areas, all these places there were Jews were scattered, and they had synagogues all over the place. അങ്ങനെ അന്ത്യോക്യയിൽ താൻ സിനഗോഗിൽ പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗമാണ് അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 13 മുതൽ 43 വരെ ലോങ് പാസേജിൽ നാം കാണുന്നത്. What we can see in the Acts chapter 13, the whole passage, 13 onwards 49, what we can see is the speech which Paul has given to the Jewish brothers. അപ്പോൾ അങ്ങനെയുള്ള പ്രസംഗത്തിൽ താൻ സുവിശേഷത്തെ, ആ ഒരൊറ്റ പ്രസംഗത്തിൽ സുവിശേഷത്തെ ആദ്യം മുതൽ തമ്പുരാന്റെ സൃഷ്ടി മുതലുള്ള ഒരു കാര്യത്തെ സംക്ഷിപ്തമായി കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി യാഗവും ഉയർപ്പും
രക്ഷയുടെ സുവിശേഷം. ഹല്ലേലൂയ. ഒറ്റ ശ്വാസത്തിൽ താൻ ഇങ്ങനെ വിശദീകരിച്ച് ചുരുക്കി പറയുന്ന ഒരു പ്രസംഗമാണ് ഈ ഭാഗം. Well, what we can see over here is Paul is summarizing the gospel from the creation unto the salvation and then the death of our Lord Jesus Christ, and he's conveying the message of gospel to the Jewish people. അപ്പോൾ അവർക്ക് ദൈവം തുറന്ന വാതിലാണ് സിനഗോഗിൽ ദൈവവചനം പറയാനുള്ളത്. So God has opened up a way or the door for Paul and Barnabas to convey the message of salvation, the gospel unto them. ദൈവം എവിടെയൊക്കെ ആക്കുന്നു അവിടെ എല്ലാം സുവിശേഷത്തിനായി ഒരു വാതിലുണ്ട്. Dear children of God, wherever you have been placed in different places, or wherever you have been placed, there is a door to open for the gospel. ദൈവത്തിന്റെ വചനം പറയുവാൻ, സുവിശേഷം അറിയിപ്പാൻ പബ്ലിക്കായിട്ട് പക്ഷെ പ്രസംഗിച്ചും അല്ലെങ്കിൽ അങ്ങനെ പറയാൻ കഴിഞ്ഞില്ലെങ്കിലും, പൗലോസിന് അങ്ങനെ കഴിയുന്നില്ലെങ്കിലും നാം ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം നാം വിശ്വസിച്ച, നമ്മെ വീണ്ടെടുത്ത, നമ്മുടെ ഉള്ളിൽ ജീവന്റെ തുടിപ്പായി നിൽക്കുന്ന സത്യ സുവിശേഷത്തിന്റെ ഒരു വാതില് എല്ലായിടത്തും തുറന്നു കിടപ്പുണ്ട്. അത് നാം പ്രാർത്ഥനയാൽ മനസ്സിലാക്കണം. Well, one thing we must understand through prayers is that wherever we are, God has opened up a door for us to convey the gospel, the truth and the salvation which is within us. And even though we might not have the opportunity like Paul to convey the message publicly, but we can do that. Praise the Lord. നമുക്ക് എല്ലാവർക്കും ഉണ്ട് പേഴ്സണൽ ഇവാഞ്ചലിസം. ഒരു സാഹചര്യം വരുമ്പോൾ ഒരു വ്യക്തിയോട് യേശുവിനെ പറ്റി പറയാൻ. ഇവിടെ നാം കാണുന്നത് പൗലോസിന്റെയും ബർന്നബാസിന്റെയും യാത്രയിൽ അവർക്ക് വേണ്ടി അവരൊരു തുറന്ന വാതിൽ കണ്ടു. അവിടെ അവർ ദൈവത്തിന്റെ വചനത്തെ സുവിശേഷത്തെ പ്രസംഗിച്ചു. What Paul and team saw that they've seen an open door and they started spreading gospel and talk about the salvation to the people. യഹൂദന്മാരെ സംസാരിക്കുമ്പോൾ പൗലോസ് വളരെ പരിജ്ഞാനത്തോടെ സംസാരിച്ചതായി കാണാൻ കഴിയും. അവിടെ ദൈവത്തിന്റെ വിശ്വസ്തതയിലാണ് അപ്പോസ്തലൻ ആരംഭിച്ചത്. Apostle Paul, whenever he talks to the Jewish people, he talks with great wisdom and he talks a speech in the faithfulness of God. പക്ഷെ കൊണ്ട് നിർത്തിയത് യേശു കർത്താവിന്റെ ക്രൂശിലെ പൂർത്തീകരണത്തിന്റെ പ്രവൃത്തിയിലാണ് നിർത്തിയത്. And it has been the speech is ending with the finished work of Jesus Christ. യേശു കർത്താവിന്റെ പുനരുത്ഥാനത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചുമാണ് തന്റെ സന്ദേശത്തിന്റെ സംക്ഷിപ്ത രൂപം, കാതലായ രൂപം. പക്ഷേ തുടങ്ങിയത് ദൈവത്തിലാണ്. ദൈവം തന്റെ ജനത്തോട് കാണിച്ച വിശ്വസ്തത അബ്രഹാം മുതലുള്ളത് താൻ പറഞ്ഞു തുടങ്ങുകയാണ്. Even though Jesus Christ salvation and then the resurrection is the summary of his message which is conveying, but he started off with God, the creation, and then he finished the speech with the finished work of Jesus Christ. അഭിസംബോധന വാക്കിൽ തന്നെ ജനത്തെ ആകർഷിക്കുന്നത് സ്തോത്രം. അല്ലെങ്കിൽ യഹൂദന്മാരെ യേശുവിനെ കുറിച്ച് തർക്കന്മാരെ എന്നൊക്കെ പറഞ്ഞല്ല പറഞ്ഞെന്തുവാ, ഇസ്രായേൽ പുരുഷന്മാരും ദൈവഭക്തന്മാരുമായുള്ളവരെ കേൾപ്പില്ല. അവരുടെ ഭക്തിയുണ്ടോ ഇല്ലെന്നുള്ളത് പിന്നീട് അറിയാം, മനസ്സിലാക്കാം. പക്ഷേ അവിടെ അങ്ങനെ പറഞ്ഞു തുടങ്ങിയത്. See, he started the introduction as men of Israel and you who fear God. Praise the Lord. അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ അവർ സന്ദേശത്തിന് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ചെയ്തു കൊടുക്കുകയുള്ളൂ. അങ്ങനെ പറഞ്ഞു തുടങ്ങി. എന്നിട്ട് ഇസ്രായേലിന്റെ ചരിത്രം മുഴുവൻ, ഹല്ലേലൂയ, സ്തോത്രം, ഇസ്രായേൽ ജനത്തിന്റെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ് അവരുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ഹല്ലേലൂയ പ്രവൃത്തിയെ, വിശ്വസ്തതയെ ഒന്നുകൂടെ ഉണർത്തുവാൻ തക്കവണ്ണം താൻ പ്രസംഗം ആരംഭിച്ചു. So once he got their focus and he started talking about God of this people Israel, how God has chosen the fathers of the Jewish people and how they have been established. ആ പ്രസംഗം മുഴുവൻ പകൽക്കാലം വായിച്ച് കേൾപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഭവനത്തിൽ പോയി ഈ വേദഭാഗം വായിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം മുതൽ പൗലോസ് കൈ എഴുന്നേറ്റ് ആംഗ്യം കാട്ടി സംസാരിക്കാൻ തുടങ്ങിയ ഭാഗം, അത് 44-ാം വാക്യം വരെ 43-ാം വാക്യം വരെ ആ പ്രസംഗമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ആ പ്രസംഗത്തിൽ അടങ്ങിയിരിക്കുന്നതാണ് സുവിശേഷത്തിന്റെ അന്തസത്ത. The word of God which we hear in Acts 13 chapter 16 onwards, when Paul stood up and show forth his hand and conveyed the message unto the verse of 46, you must listen to the speech which he has delivered. പ്രസംഗത്തിൽ യേശു കർത്താവിന്റെ ആ രക്ഷയെക്കുറിച്ച് പറയുന്ന ഭാഗം പറയുന്നു. യഹൂദന്മാർ, പ്രമാണികൾ, മഹാപുരോഹിതന്മാർ യേശുവിനെ തള്ളി, എന്നാൽ സ്വർഗത്തിലെ ദൈവം അവനെ കൈക്കൊണ്ട് സകലനാമത്തിലും മേലായ നാമമായി ഉയർത്തി ആ പ്രവചനം, യേശുവിനെ കുറിച്ചുള്ള പ്രവചനം നിവർത്തീകരിച്ചെന്ന് വായിക്കുന്നു. So he testifies about the prophecy about Jesus Christ, who was rejected by Jewish people and he was accepted by God, and that is what he proclaimed towards him. യഹൂദന്മാർ അസ്തമിന്നും കർത്താവായ യേശുവിനെ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ സങ്കീർത്തനത്തിൽ നിന്നും
യെശയ്യാ പ്രവചന പുസ്തകത്തിൽ നിന്ന് വാക്യങ്ങളുടെ ഉദ്ധരിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ദൈവം അവനെ മരിച്ചവരിൽ ഉയർപ്പിച്ചു. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രവചന നിവൃത്തിയാണ്. So even Jews, they did not accept Jesus Christ then, they have not accepted it yet, but through Isaiah and through Psalms he conveyed the message of the prophecy unto the Jewish people, and he conveyed that he has been raised up. Praise the Lord. സിനഗോഗിൽ യേശുവിന്റെ നാമത്തെ പൗലോസ് ഉയർത്തുകയായി. And our Lord Jesus Christ's name was proclaimed by Paul in that synagogue. Praise the Lord. പറയുകയാണ്, എന്റെ കർത്താവ് ഹല്ലേലൂയ സകല നാമത്തിനും മേലാൽ ഉയർത്തപ്പെട്ടു. ഹല്ലേലൂയ. ദ്രവത്വം കാണാതെ അവൻ എടുക്കപ്പെട്ടു. സ്തോത്രം. ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ദൈവം നമ്മുടെ കർത്താവിനെ ഏറ്റവും ഉയർത്തി. ഹല്ലേലൂയ. And the word of God says that the God has raised him from the dead, and for many days he appeared to those who come up with him in Galilee, and many people were able to witness. പ്രിയമുള്ളവരെ, സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്റെ കർത്താവായ യേശുവിന്റെ നാമത്തെ ഉയർത്തുക എന്നുള്ളതാണ്. The gospel means you have to raise up the name of our Lord Jesus Christ. പലപ്പോഴും ചരിത്രം മൊത്തം പറയാൻ നമുക്ക് സമയം കിട്ടി വരുന്നില്ല. എന്നാൽ യേശുവിന്റെ നാമത്തിന് മഹത്വം വരുന്ന രീതിയിൽ നമ്മുടെ വാക്കുകൾ, പ്രവൃത്തികൾ, നമ്മുടെ മനോഭാവം മാറിയാൽ അവിടെ ഉയർത്തപ്പെടുന്ന സുവിശേഷമാണ്. Many times we might not have the history, we have to convey the message to them, but what we do and what we speak should bring glory unto the Lord Jesus Christ. We don't need to be offensive. നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ ആവശ്യമില്ല. അവിടെ യേശുവിന്റെ നാമത്തെ ഉയർത്തുമ്പോൾ ഹല്ലേലൂയ എതിർപ്പുകൾ ഉണ്ടായെന്ന് വരും. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, അതിനും അപ്പുറമായി എന്റെ ദൈവത്തിന്റെ നാമം ഉയർത്തപ്പെടുകയാണ്. There might be offensive talks are happening there, but they might not even receive it, but the name of our Lord Jesus Christ should be glorified. ഇന്ന് പറയുന്ന സുവിശേഷ പ്രഘോഷണത്തിൽ നാം ഉദ്ദേശിക്കുന്ന ആ ഒരു മറുപടി റിസൾട്ട് കാണാവുന്നതിന്റെ കാര്യം പലപ്പോഴും നാം ദൈവത്തിന്റെ നാമത്തെ ഉയർത്തേണ്ടതുപോലെ ഉയർത്താത്തതാണ്. സുവിശേഷത്തിന് ഒരു സ്ഥാനം കൊടുത്താൽ അവിടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുവാനായിട്ട് many times prayers are not answered, or the message is not conveyed correctly about the gospel, because our Lord Jesus Christ is not being glorified, but some other names are being glorified. പറയുകയാണ്, പാപക്ഷമയ്ക്ക് വേണ്ടി നിങ്ങൾ യാചിക്കണം. ഹല്ലേലൂയ. ദൈവം നിങ്ങളോട് ആ പാപത്തെ ക്ഷമിക്കും. And he says, he's completing the sentence by saying that you should ask unto God for the forgiveness of the sin. Praise the Lord. പാപക്ഷമ എന്നുള്ളത് സ്തോത്രം. ഹല്ലേലൂയ. The freedom that we have, നമുക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം ഈ ലോകത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, പിശാചിൽ നിന്ന്, സ്തോത്രം ഹല്ലേലൂയ, ജഡത്തിൽ നിന്നൊക്കെ വിടുതൽ ലഭിക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം പാപക്ഷമ. അത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ ലഭ്യമാകൂ എന്ന് തന്നെ വിളിച്ചു പറഞ്ഞു. He proclaimed that whatever deliverance we need from the world and from the flesh, it can only be done by Jesus Christ and him alone. Praise the Lord. Praise be to God. യഹൂദന്മാരെ നോക്കിയപ്പോൾ പൗലോസിന്റെ ആത്മഭാരമാണ്. കാരണം അവരെന്നും ന്യായപ്രമാണത്തിൽ തങ്ങി നിൽക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ബസ് പോയി, എന്നിട്ട് അവർ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുക ബസ്സിന് വേണ്ടി. സ്തോത്രം. So when Paul looked into the Jewish people, he had a spiritual burden, because they are still living in the period of law. എന്നാൽ ന്യായപ്രമാണ കാലം കഴിഞ്ഞു. ദേവാലയത്തിലെ തിരശ്ശീല മുകളിൽ നിന്ന് താഴെ വരെ ചിന്തിപ്പോയി. എന്നിട്ട് കൃപാസനത്തിലേക്ക്, ഹല്ലേലൂയ, പരിശുദ്ധ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പുത്രനായ ക്രിസ്തുവിന് നമുക്ക് പ്രവേശനം ലഭിച്ചത് അറിയാതെ ഇന്നും പ്രാകാരത്തിൽ പോയിരുന്ന് പുരോഹിതന്റെ ശുശ്രൂഷ കാണുക മാത്രം ചെയ്യുന്ന ഒരവസ്ഥയാണ് യഹൂദന്മാർക്കുണ്ടായിരുന്നത്. Jewish people, even though they have access to the most holy place through the death of Jesus Christ, but they still standing outside and seeing the ministry of the priest. നമ്മിൽ പലരും അങ്ങനെയായിരുന്നു അല്ലേ? Many of us were like that. നാമും ഈ കട്ടന്റെ ഇപ്പുറത്ത് നിന്ന് വളരെ ഭയഭക്തിയോടെ സ്വന്തം ചൊല്ലിയും കുരിശു വരച്ചും നിന്നവരാണ്. എന്നാൽ ദൈവം ചെയ്തു അതിപരിശുദ്ധ സ്ഥലത്തിലേക്ക് പുത്രൻ മൂലം പ്രവേശനം ലഭിച്ചത് ഒരു ഭാഗ്യവതയായിട്ട് നാം കടന്നു വന്നു. അങ്ങനെ അനുഭവമില്ലാത്തവരെ കാണുമ്പോൾ ഹല്ലേലൂയ നമുക്കൊരു ആത്മഭാരം ഉണ്ടാകണം. We should have a spiritual burden when we see the people who are not experiencing the presence of the grace of throne which we have received through the death of Jesus. പൗലോസ് തന്നെ മുമ്പിലുള്ള സിനഗോഗിലെ യഹൂദന്മാരെ കണ്ടപ്പോൾ പൗലോസിന് മനസ്സിലായി, ഇവർ ന്യായപ്രമാണത്തിൽ തടഞ്ഞു നിൽക്കുക. എപ്പോഴും കർത്താവ് യേശു ക്രിസ്തു കാൽവരിയിൽ പലസ്തീനിൽ ഗോൽഗോഥായിൽ ചെയ്ത് അറിയാതെ നിൽക്കുമ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം പ്രസംഗിക്കാനാ, ഞാൻ നിങ്ങളുടെ പോലെ യഹൂദനായ, പക്ഷേ ഞാൻ വിടുവിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, സുവിശേഷത്തിന്റെ അന്തസത്തയുടെ നാം മറ്റുള്ളവരെ കുറ്റപ്പെടേണ്ട ആവശ്യമില്ല. യേശുവിന്റെ നാമത്തെ ഉയർത്തി സുവിശേഷം നൽകുന്ന സ്വാതന്ത്ര്യത്തെ നാം ഉയർത്തുമ്പോൾ അവിടെ ജീവിതങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാണ് രൂപാന്തരം ഉണ്ടാകുന്നത്. Many times
the transformation happen when we convey the message about Jesus Christ and tell them about our own experience. We can see the transformation in other people. അവർ സ്വാതന്ത്ര്യമില്ലാതെ ബന്ധനത്തിലായിരിക്കുന്നതിന്റെ ചില ലക്ഷണങ്ങൾ അവർ നമ്മോട് സംസാരിക്കുമ്പോൾ അവരുടെ സംസാരത്തിൽ അനുഭവം ഒരുപക്ഷെ രോഗമാകാം, ഒരുപക്ഷെ സമാധാനമില്ലായ്മയാകാം, ഒരുപക്ഷെ ഒരു പ്രശ്നമാകാം. ഹല്ലേലൂയ. അത് പറയുമ്പോൾ അതിലൂടെ വ്യക്തമാക്കേണ്ടത് സ്തോത്രം പ്രാർത്ഥിക്കാമെന്ന് മാത്രം പറയുകയല്ല, ക്രിസ്തു കാൽവരിയിൽ നമുക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ, ഈ വക വിഷയത്തിൽ നിന്ന് വിടുതൽ നൽകുവാൻ കർത്താവ് നമുക്ക് വേണ്ടി കാൽവരിയിൽ ഹല്ലേലൂയ യാഗമായി എന്ന് പറഞ്ഞ് അവർ ബന്ധനത്തിലായിരിക്കുന്ന സ്വാതന്ത്ര്യമില്ലാതെ ജീവിതത്തിൽ നട്ടം തിരിയുന്ന ചില മണ്ഡലങ്ങളെ തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വചനത്തിന്റെ സുവിശേഷം അവരിലേക്ക് പകരപ്പെടുമ്പോൾ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് എന്തെന്നറിയാമോ? ദൈവത്തിന് കേൾക്കുന്ന ദൈവത്തിന്റെ വചനത്തിന് വലിയ ശക്തിയുണ്ട്. നമ്മൾ പറയുന്ന പ്രാസമല്ല, നമ്മൾ പറയുന്ന ലാംഗ്വേജ് അല്ല, നമ്മൾ പറയുന്ന മിടുക്കല്ല, നമ്മുടെ വാക്ചാതുര്യമല്ല, അതിനകത്ത് വചനത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ ചില ജീവിതങ്ങൾ വിടുവിക്കപ്പെടും. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ചെയ്യുവാൻ കഴിയുന്നതാണ്. ഇത് മാജിക്കലൊന്നുമല്ല, ഇത് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാ. അതാണ് സുവിശേഷം. ഹല്ലേലൂയ. When some people come to us with their problems and their troubles, it could be disease, it could be some they don't have peace, might be. So when we are conveying it to people, we should not just say that we will pray for you, but also convey the gospel of Jesus Christ. സുവിശേഷത്തിന് വേണ്ടി തുറക്കുന്ന ഒരു വാതിൽ, the door which is open for gospel, we should be able to realize that. Praise the Lord. ഈ മാർക്കറ്റിംഗ് ചെയ്യുന്നത് അറിയാമോ? സ്തോത്രം. There are people who market certain things. ടെലിമാർക്കറ്റിംഗ് കോൾ ലഭിക്കുന്നു. We receive telemarketing calls. അവരുടെ അത്ര ഉത്സാഹം, ഒരു 10 ഉത്സാഹം നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും വളരെ ലഭിക്കപ്പെടും. If we have even 1/10 of that kind of enthusiasm, many people would have saved. ഞാൻ പറയുന്നത് അവിടെ ഇൻഷുറൻസ് ഉണ്ട്, വേണ്ടാന്ന് പറഞ്ഞാലും വിടത്തില്ല. Though even if I tell them that, tell the telecaller that marketing people that I do have insurance, they will not let me go. Customer service വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം. We know the വർക്ക് ചെയ്യുന്നവരൊക്കെ ഞാൻ ഇതിലൊക്കെ വർക്ക് ചെയ്ത ആളും എനിക്കറിയാം. ഒരാൾ ഒരു നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്നു കയറിയാൽ അയാൾക്ക് അത് സെല്ല് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉദ്ദേശം. അതിനുവേണ്ടി നമ്മൾ ഏതറ്റം വരെയും സംസാരത്തിൽ പോകും. എന്തുകൊണ്ടാ? നമുക്ക് നമ്മളവിടെ നിൽക്കുന്നത് അതിനുവേണ്ടി. That is our job. So we know the sales job, we know the customer service job. When one person comes in as a new customer or they are planning for being a customer, we sell that through our words and we convince them. That is our job. നീ വിൽക്കാൻ ശ്രമിക്കുന്ന സാധനം എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തു അറിയില്ല. So if we say that whatever we are selling, I have already bought it, then they will be convinced. അറിയാമോ? നമ്മൾ ഏത് ഇൻഷുറൻസ് കമ്പനിയായിട്ടാണ് ഇൻഷുറൻസ് ഉള്ളതെന്ന് ചോദിക്കും, എത്ര പേയ്മെന്റ് കൊടുക്കുന്നതെന്ന് ചോദിക്കും, പിന്നെ അതിന്റെ ഡ്രോബാക്സ് പറയും. മിടുക്കനാണെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്ത് അവരുടെ ഇൻഷുറൻസ് നമ്മൾ എഴുതിപ്പിക്കും. So we will be able to tell them what insurance we are using and we tell the advantage and disadvantage of the insurance which we are having, and we will make them cancel the old insurance and they will come along with us. ഇതൊക്കെ കേട്ട് നമ്മൾ തുടങ്ങും, പക്ഷെ പേയ്മെന്റ് തുടങ്ങുമ്പോൾ നമുക്കറിയാം അതൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. So if we look at it into details, we know that there is no difference between these two payments. പിന്നെ വിളിച്ചവരൊക്കെ കിട്ടുമോ? So will you get the people who they call now? They have left over. അവൻ അടുത്ത ഡിപ്പാർട്ട്മെന്റ് കാര്യം കൈമാറി അവന്റെ പണി തീർന്നു, അവന്റെ കാര്യം സാധിച്ചു. പ്രിയമുള്ളവരെ, അവരുടെ സംസാരത്തിന്റെ ആ ഒരു ഉത്സാഹവും അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് വിട്ടേക്കുന്ന രീതി നാം മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് മാർക്കറ്റിംഗ് അല്ല സുവിശേഷം, പക്ഷേ അവരുടെ മനോഭാവത്തെ കുറിച്ച് ഞാൻ പറയുന്നത്. നാം ഒരു വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് ഇവൻ എവിടുത്തുകാരനാണ്. നമ്മൾ ആദ്യം ചോദിക്കുന്നത് ഏത് ദേശക്കാരനാണ്, അല്ലേ? So we should be looking into the attitude by which they sell us. So when we are, I'm not telling you to market the gospel, but we should be looking into the attitude which we are conveying the message of gospel. ആത്മഭാരത്തോടെ നാം ഒരു വ്യക്തിയുമായി സംസാരിച്ചാൽ അവിടെ ദൈവം ചെയ്യുന്ന പ്രവൃത്തിയുടെ പേരാണ് രൂപാന്തരം. So the transformation is the work where it happens by God whenever we pray for somebody or spread the gospel with the spiritual burden. നമ്മുടെ ലോകകാര്യം മുഴുവൻ പറയും, നമ്മുടെ ഇന്ത്യയിലെ സംഭവം പറയും, ഇവിടുത്തെ സംഭവം പറയും, ജോലിയുടെ കാര്യം പറയും, സാമ്പത്തിക പ്രശ്നത്തിന്റെ കാര്യം, പെട്രോളിന്റെ വില കൂടിയത് പറയും. ഇതെല്ലാം നമ്മൾ പറഞ്ഞാലും യേശുവിനെ പറ്റി ഒരു വാക്ക് യേശുവിനെ അറിയാത്തതുകൊണ്ട് പറയത്തില്ല. So we will talk about all the news, all the situations in India, back in US also, but we will talk all the stories, but we will not convey the message to them about Jesus Christ. ഞങ്ങളുടെ കാര്യം പറയാം. ഞങ്ങളോട് മീൻ പിടിക്കാൻ വരുന്നവരുണ്ട്, സമുദായക്കാർ ഞങ്ങളോട് മീൻ പിടിക്കുന്ന കാര്യം പറയും, എവിടെ നല്ല ചൂണ്ടയിട്ടാ കിട്ടുന്നത് പറയും, എവിടെ നല്ല വെയിറ്റ് കിട്ടുന്നത് പറയും, ഏത് എക്സിറ്റിൽ പോയാൽ മീൻ പിടിക്കാം, ഏതൊക്കെ ഇനം മീൻ കിട്ടും എല്ലാം ഞങ്ങൾ പറയും. പക്ഷെ യേശുവിനെ കുറിച്ച് പറഞ്ഞില്ല.
When we go for fishing, we meet people, we have got friendship with people who are common interest of fishing. We talk about the bait, we talk about the exit where we can get more fishes, but we do not talk about Jesus Christ. സംസാരിക്കാനകത്ത് 1000 വട്ടം യേശുവിനെ കുറിച്ച് പറയാനുള്ള സംഗതികൾ ഒത്തുവരുന്നുണ്ട്. When we are talking, there are 1,000 times there is an opportunity for us to convey about Jesus and the gospel and the salvation. അവരെ ഒഫൻഡ് ചെയ്യാതെ തന്നെ സുവിശേഷം പച്ചയായിട്ട് പറയാനുള്ള അവസരം അവരുടെ സംസാരത്തിൽ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. We are getting opportunities to convey the gospel clearly and about the message of salvation clearly. Praise be to God. പ്രിയമുള്ളവരെ, മീൻ പിടിക്കുന്നത് പോലാണ് ഒരുത്തനെ ആത്മാവിനെ നേടുന്നത്. So how we catch a fish in the same way manner, or we are catching a human soul. ഇഷ്ടംപോലെ മീൻ കിടന്ന മുമ്പിൽ ചാടുന്നിടത്ത് ചൂണ്ടയിട്ട് മണിക്കൂറുകൾ ചുമ്മാ ഇരുന്നിട്ടില്ല. So there are times when we have just put in the bait and we are waiting for fish to come and touch it. ചിലപ്പോൾ കൊത്തത്തില്ല. It won't be baited. പക്ഷേ ചില ദിവസം കൊത്തോടെ കൊത്തായിരിക്കും. So some days or more and more we will get fish. പ്രിയമുള്ളവരെ, സുവിശേഷം എന്ന് പറയുന്നത് സ്തോത്രം, നാം ഒരുവന് വേണ്ടി ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയത്തില്ല എപ്പോഴാണ് ഇവന്റെ കയറിനുള്ളിൽ പിടിക്കുന്നത്. പറഞ്ഞുകൊണ്ടേയിരിക്കണം, ഹല്ലേലൂയ, ഓർപ്പിച്ചുകൊണ്ടേയിരിക്കണം, അവസരമൊന്നും മുടക്കരുത്. നമുക്ക് മുൻപിലുള്ളത് വലിയൊരു മിഷൻ ഫീൽഡാണ്. What God has kept before us is a great mission field, because we do not know when a person's heart will be changed, but every time we pray or we explain the gospel to certain people, we should be able to say it with the burden of the spiritual burden. പെട്രോളിന്റെ വില കൂടിയെന്ന് പറയുമ്പോഴും വിദേശത്ത് വ്യാപരിക്കുന്ന വിഷയങ്ങൾ പറയുമ്പോൾ നമ്മുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുമ്പോഴും അവരുടെ ജീവിതാനുഭവങ്ങൾ നമ്മോട് പങ്കുവെക്കുമ്പോഴും ഒക്കെ സുവിശേഷത്തിനെ തിരികെ കയറ്റുവാൻ, സുവിശേഷത്തിന്റെ വലിയ തിരുനാളത്തെ അവരുടെ ഉള്ളിൽ ജനിപ്പിക്കുവാനുള്ള അവസരങ്ങളുണ്ട്. അത് പറയുവാൻ നമുക്ക് പ്രാഗൽഭ്യം ഉണ്ടായിരിക്കണം. There will be chances in our life when we talk about certain problems and we share our experiences. We do have the time to put in the word of God and the salvation for them to understand. Praise the Lord. Hallelujah. Praise be to ഇത് God. അവസാനം സംഭവിച്ചെന്ന് അറിയാമോ? ഇത് കേട്ട ജനങ്ങൾ പറയും, ഞങ്ങൾക്ക് ഇനിയും കേൾക്കണം. And the people said, we want to hear more. That's what the end product what has Praise the Lord. നമ്മുടെ സഭ അവർ പള്ളി വിട്ടു പോകുമ്പോൾ പിറ്റേ ശബ്ദത്തിൽ ഈ വചനം തങ്ങളോട് പറയണമെന്ന് പിന്നെയും അപേക്ഷിച്ചു. They requested that to tell the word of God once again once they left the church. പള്ളി പിരിഞ്ഞ ശേഷം അവർ സമോസ കഴിക്കാൻ പോയെന്നല്ല എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. പള്ളി പിരിഞ്ഞു കഴിഞ്ഞ് എവിടെയാണ് ബഫറ്റ് ഉള്ളത് നോക്കി പോയില്ലവര്. പള്ളി പിരിഞ്ഞ ശേഷം യഹൂദന്മാരിൽ ഭക്തിയുള്ള യഹൂദ മതാനുസാരികളിൽ പലരും പൗലോസിനെയും ബർന്നബാസിനെയും അനുഗമിച്ച് കുറേ. The word of God says, after the meeting of the synagogue broke up, many Jews and devout convert to Judaism followed Paul and Barnabas. അവർ അവരോട് സംസാരിച്ച് ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. And they spoke with them and urged them to continue in the grace of God. നമ്മുടെ വ്യക്തിയോട് ബൈ പറഞ്ഞു പോകുമ്പോൾ When we say goodbye to someone, അവിടെ എന്താണ് കോൺവെർസേഷൻ? what is the conversation over there? യേശുവിനെ അവരുടെ ഉള്ളിലേക്ക് കൈമാറ്റം നൽകി നാം പോയാൽ, ഹല്ലേലൂയ, if we are handing over Jesus Christ unto them, praise the Lord, നിങ്ങൾ നൽകുന്നത് വെറുതെ യേശുവിന്റെ നാമമല്ല. it is not just the name of Jesus you are അവരുടെ giving them. പ്രാണനെ, അവരുടെ ആത്മാവിനെ നിത്യതയിൽ കൊണ്ടെത്തിക്കാൻ പ്രാപ്തമായ നാമത്തെ നാം കൈമാറുന്നു. We are handing over the name which has the power to take that person's soul to heaven. നമ്മൾ ഈ ദേശത്തായിട്ട് എത്ര വർഷങ്ങളായി? How many years we have been in this country? എത്ര പേരുടെ ഹൃദയങ്ങളെ പ്രാർത്ഥന കൊണ്ട്, സുവിശേഷം കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് സ്വാധീനിക്കാൻ സഹായിച്ചു? How many people we have influenced through our prayers, through our gospel, and through our life we were able to. കർത്താവേ, ഐതിക്കാരെയും മറ്റുള്ളവരെയും ഡാളസിൽ നിന്നും കാലിഫോർണിയയിൽ നിന്നും ഹൂസ്റ്റണിൽ നിന്നും ഡെൻവറിൽ കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം ഇവിടെ ഉള്ളവരെ ഓർത്ത് ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുക. Instead of praying for people to be brought over to the Denver, we should pray that there are people over here in Denver who do not know Jesus Christ. Let us pray for that. They are പരിശുദ്ധാത്മാവ് നമുക്ക് തുണയായി നിൽക്കുന്നുവെന്ന് ഇനിയും ഇതിലും വ്യക്തമായി പറയേണ്ട ആവശ്യമില്ല. There is I don't have to clearly tell you that how Holy Spirit is befriended you and is as a friend with you. നാം ഒറ്റപ്പായി പ്രാർത്ഥിച്ചാൽ ദൈവ സാന്നിധ്യം, ഹല്ലേലൂയ, മുറികളിൽ ഇറങ്ങുന്നത് നമ്മുടെ കണ്ണാൽ നാം ദർശിച്ച് നമ്മുടെ ആത്മാവിന്റെ അന്തർഭാഗത്ത് നാം അനുഭവിച്ചറിയുന്നത്. ഹല്ലേലൂയ. We have experienced, we pray with our needs and God has answered our prayer. ഈ ദിവസങ്ങളിൽ നാം വഹിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ദൈവജനം ഒരുമിച്ച് കൂടിയപ്പോൾ നമ്മുടെ ഇടയിൽ വെളിപ്പെട്ട ദൈവ സാന്നിധ്യമാണ്. അത് ആത്മാവിന്റെ അന്തർഭാഗത്തിൽ മൺപാത്രങ്ങൾ കത്തുന്നുണ്ട്. അത് വെറുതെ അണയുവാൻ അനുവദിക്കാൻ
to fulfill the will of God, where we have already received the Holy Spirit and we have to talk to different people so that it is transformed unto other people as a spark. Praise the Lord. പ്രാർത്ഥനാ മുറിയിൽ നാം പ്രാർത്ഥിച്ച് When we speak in the presence of God in a prayer room, പ്രാർത്ഥിച്ച് ആത്മനിറവിൽ പുറത്തോട്ട് ഇറങ്ങിയ when we get out of the Holy Spirit, Praise the Lord. കഴിഞ്ഞ കാലങ്ങളിൽ കേട്ടിട്ട് മറുതലിച്ചു പോയത് ഹല്ലേലൂയ രൂപാന്തരപ്പെടുത്തുവാൻ ഈ സുവിശേഷത്തിനകത്ത് ശക്തി ഉണ്ടെന്നേ ഹല്ലേലൂയ അത് നടക്കുന്ന പകൽക്കാലം ഒരു നിമിഷം പറ്റുന്നേ പൗലോസിന്റെ സമർപ്പണം പൗലോസ് പറയുക പൗലോസ് അവസരം കാത്തിരുന്നില്ല അവസരം ജീവിതത്തേക്ക് വേണ്ടി യാത്രയായി ഹല്ലേലൂയ wait for the opportunity. He went to the place where there was opportunity. വാതിൽ തുറക്കാൻ കാത്തിരുന്നില്ല തുറന്ന വാതിലിലേക്ക് പൗലോസ് നടക്കുകയായി ഹല്ലേലൂയ For the door to be open, he went to the door which was already open. സുവിശേഷത്തിന്റെ വാതിൽ തുറന്നു കിടക്കുകയാണ്. We have a door which is already open. ഹല്ലേലൂയ നമുക്ക് മുൻപോട്ട് ജീവിക്കാം അടയ്ക്കാം ഇന്ന് പകൽക്കാൻ കേൾപ്പിച്ച് വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സഹായകരമായ കർത്താവിലേക്ക് നമ്മെ നൽകിക്കാണ്. ഇന്ന് പകൽക്കാലം പൗലോസും ബർന്നബാസും ഹല്ലേലൂയ പിസിഡിയിൽ യഹൂദന്മാരിൽ ചെയ്ത ദൈവപ്രവൃത്തി പോലെ നമ്മുടെ തലമുറകൾ നമ്മുടെ മാതാപിതാക്കൾ ചെറുപ്പക്കാർ ഈ ദിവസങ്ങളിൽ ഒരു സാക്ഷി ഉളവാക്കുന്ന മഹനീയമായ അനുഭവത്തിലേക്ക് ദൈവം നമ്മൾ നടത്തേണ്ടതിനായി ഒരു നിമിഷം നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ അനേകരുടെ വിടുതലിന് ഈ വചനം മുതലട്ടെ. അനേകരുടെ ആത്മാരൂപാന്തരത്തിന് അനേക ആത്മാക്കളുടെ വിടുതൽ ഈ വചനം മുതലട്ടെ. ഒരുമിച്ച് സ്തോത്രം ചെയ്താണ് പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം 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 കരുണാസമ്പന്നനായ ദൈവമേ സ്വർഗ്ഗീയ കർത്താവേ അടിയങ്ങളെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു മഹത്വപ്പെടുത്തുന്ന കർത്താവേ നിന്റെ കുഞ്ഞുങ്ങളാകുന്ന അടിയങ്ങൾക്ക് രാജ്യം തിരുസന്നിധിയിലായിരിക്കാൻ ദൈവം കൃപയോട് നന്ദിയോട് സ്തോത്രം കർത്താവേ നിങ്ങൾ കണ്ടു സന്ദർഭങ്ങൾ ദൈവത്തിന്റെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ പ്രാർത്ഥിപ്പാൻ ദൈവത്തെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ഒക്കെ ദൈവം ഇടയാക്കി എല്ലാ കൃപയ്ക്കായി ഞങ്ങളെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെട്ട കർത്താവേ കഴിഞ്ഞ രാജ്യക്കാലം അടിയങ്ങളെ കണ്ടു സ്തോഷിച്ചു ആയിരുന്നിടത്തൊക്കെ പരിപാലിച്ചു ക്ഷേമത്തോടെ സിരിസന്നിലായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കിയതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് നല്ല സങ്കീർത്തനം തന്ന ദൈവത്തെ സ്തുതിക്കുന്നു നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ദാസനായി ബലപ്പെടുത്തിയല്ലോ നന്ദിയോടെ സ്തോത്രം സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മനഃപാഠവാക്യങ്ങളെ ദൈവത്തിൽ അറിയിപ്പാൻ ഇടയാക്കിയല്ലോ അവർ ദൈവത്തെ ആരാധിപ്പാൻ ഒക്കെ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആകർഷണ വലയത്തിൽ സൂക്ഷിച്ചു സഹായിച്ചുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന നന്ദിയോടെ സ്തോത്രം കർത്താവേ. അങ്ങനെ ഓർമ്മയ്ക്കായി തിരുവനന്തപുരം ഞങ്ങൾക്ക് സംബന്ധിപ്പാൻ ഇടയാക്കല്ലോ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തിയോട് നന്ദിയോടെ സ്തോത്രം കർത്താവേ. സാക്ഷ്യത്തിലൂടെ പ്രാർത്ഥനയായി ഭക്ഷിച്ച എല്ലാവർക്കായും സ്തോത്രം ചെയ്യുന്നു. ദൈവരെ അനുഗ്രഹിക്കണമേ, അവരുടെ ആവശ്യങ്ങൾ കൂടെ ഇരിക്കണമേ, സഹിയായവരെ പരിപാലിച്ചു കൊള്ളണമേ, കരം പിടിച്ചവരെ നടത്തിക്കൊള്ളണമേ, അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഞങ്ങളെ കുടുംബമായി വ്യക്തിപരമായി ഏൽപ്പിക്കുന്ന ഈ ഒരാഴ്ചക്കാലം ജീവിപ്പാറുള്ള ദൈവങ്ങളോട് ഞങ്ങൾ ഇന്ന് കാലം ഞങ്ങൾ കേൾപ്പിച്ച ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ദാസന്മാരെ ബലപ്പെടുത്തിയുള്ള നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ധനമേൽപ്പിച്ചിരിക്കുന്ന ദൈവിക ശുശ്രൂഷ കർത്താവെ മറ്റുള്ളവരോട് സുവിശേഷം അറിയിപ്പാൻ ജാഗ്രതയോടെ നിവർത്തിപ്പാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ താങ്ങിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ നിന്ന് അനേകം പോലെ പ്രാർത്ഥിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് അങ്ങനെ എല്ലാ വിഷയങ്ങളും ദൈവങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ യാത്രയായിരിക്കും ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരായിരുന്നതൊക്കെ പരിപാലിച്ചുകൊള്ളുമേ, ക്ഷേമത്തോടെ എത്തുവോളം കൃപയിൽ സൂക്ഷിച്ചുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. നാളെ യാത്രയാകുന്നവരെയും പ്രത്യേകം ഓർക്കുന്നു. ദൈവരെ അനുഗ്രഹിക്കുമാറാകണം. ദാസനെ കുടുംബമായി ഏൽപ്പിക്കുന്ന സഹായിച്ചാട്ട് അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ദൈവങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നന്ദിയോടെ സ്തോത്രം. ഈ ഒരാഴ്ചക്കാലം ജീവിപ്പാൻ ഞങ്ങൾ എവിടെയായിരുന്നാലും അങ്ങേ പ്രസാദിപ്പിച്ച് അവിടുത്തെ ജീവിതത്തെ കാഴ്ചയുടെ തന്നെ കാഴ്ചയോടായി യജമാനെ പ്രസാദിപ്പാൻ ഞങ്ങളെ സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനകളോട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹത്തോടെ മനസ്സ്
കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശീർവദിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും നമ്മോടും അഭിഷേകവും ദൈവസഭയിലെ സകല ഭവനങ്ങളോട് ലോകമായുള്ള സർവ്വസ്തുമാരും കൂടെ കർത്താവിന്റെ നാമത്തിൽ നീ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ